والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോരോ നിമിഷത്തിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഇൻഷാ അള്ളാഹ് ഒരു പുതിയ പരമ്പര തുടങ്ങുകയാണ്. ഓരോ മുസ്ലിമും നിർബന്ധമായും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന, ഓരോ ദിവസത്തിലും ഉണ്ടായിരിക്കേണ്ടുന്ന ദിക്റുകളും ദുആകളും ഏതൊക്കെയാണ് എന്നും അവയുടെ അർത്ഥവിശാലതയുമാണ് ഇൻഷാ അള്ളാഹ് ഇനിയുള്ള വ്യാഴാഴ്ചകളിലൂടെ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഷെയ്ഖ് സഈദ് ബിൻ അലി ബിൻ വഹഫ് അൽ ഖഹ്താനി ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ വളരെ കാലം മുതലേ ഉള്ള, ലോകത്ത് എല്ലാ ഭാഗത്തും പ്രചരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിൻ്റെ രക്ഷാകവചം എന്നത്. ഇതാണ് ആ പുസ്തകം. ഇതാണ് നമ്മൾ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓരോ സന്ദർഭത്തിലും ദിക്റുകളും ദുആകളുമായി ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ദിക്റുകളും ദുആകളും ഉണ്ട്, ഏതൊക്കെ നിമിഷത്തിൽ ഏതൊക്കെ സന്ദർഭത്തിലാണ് അത് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയും അവയുടെ അർത്ഥവ്യാപ്തി വിശദീകരിക്കുകയുമാണ് ഇൻഷാ അള്ളാഹ് ഈ പരമ്പരയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഇത് പരിപൂർണമായി മനസ്സിലാക്കാനും വിശദീകരിക്കാനും ഇതനുസരിച്ച് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹൃദയം, നമ്മുടെ ശരീരത്തിനകത്ത് അല്ലാഹു തആല നമുക്ക് സമ്മാനമായിട്ട് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരവയവമാണ് ഹൃദയം. നമ്മുടെ ജീവിതം തന്നെ നിലനിൽക്കുന്നത് ആ ഹൃദയം എന്ന
ആ ഒരു മാംസപിണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഏത് ജീവിതമായാലും, പ്രത്യേകിച്ച് ഇസ്ലാമിക ജീവിതം, അള്ളാഹു തആല നോക്കുന്നത് തന്നെ എൻ്റെ രൂപത്തിലേക്കോ ഭാവത്തിലേക്കോ വേഷഭൂഷാദികളിലേക്കോ എൻ്റെ പണത്തിലേക്കോ അല്ല, മറിച്ച് എൻ്റെ ശരീരത്തിനകത്തുള്ള ഒരു അവയവത്തിലേക്കാണ് അള്ളാഹു തആല നോക്കുന്നത്. നമ്മൾ ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ ഒരു മാംസപിണ്ഡത്തിനകത്ത് എന്താണ് നടക്കുന്നത് എന്നാണ് അള്ളാഹു തആല നോക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾ എത്ര വലുതായാലും ചെറുതായാലും, എത്ര മഹത്തരമായാലും എത്ര നീചമായാലും എത്ര ചെറുതായാലും അള്ളാഹു തആല നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയത്തിൽ എത്രമാത്രം വലുപ്പമുണ്ട് ആ പ്രവർത്തനത്തിന് എന്നാണ് അള്ളാഹു തആല നോക്കുക. നമ്മുടെ ശരീരത്തിനകത്തുള്ള ആ ഹൃദയത്തിന് ചിലപ്പോൾ ക്ലാവ് പിടിക്കും. ഏതുപോലെ? വെള്ളിക്കും അതേപോലുള്ള ലോഹങ്ങൾക്ക് ക്ലാവ് പിടിക്കുന്നത് പോലെ, സ്വർണത്തിനൊക്കെ ക്ലാവ് പിടിക്കുന്നത് പോലെ, അഴുക്ക് പിടിക്കുന്നത് പോലെ ഈ ഹൃദയത്തിനും ഒരു ക്ലാവ് പിടിക്കും. അതിനെ ആ സമയത്ത് ആ ക്ലാവിൽ നിന്ന്, ആ കച്ചറയിൽ നിന്ന് വൃത്തിയാക്കി തെളിമയാക്കി മാറ്റേണ്ടതുണ്ട്. അതേപോലെ കൃഷിക്കാരായ ആളുകൾക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വീട്ടിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തുള്ള മരങ്ങൾ, ചെടികൾ, അവ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ, അവ വെള്ളം കിട്ടാതെയാകുമ്പോൾ ഉണങ്ങി അല്ലെങ്കിൽ വാടിപ്പോകൂലേ, അതേപോലെ നമ്മുടെ ഹൃദയത്തിനും ഒരു വാട്ടവും ഒരു ഉണക്കവും വരാനുണ്ട്. അത് യഥാർത്ഥത്തിൽ ദിക്റുള്ളയിലൂടെയാണ് അത് ലഭിക്കുക എന്നുള്ളതാണ്. അതേപോലെ അകിടുകൾ അല്ലെ ആടുമാടുകളുടെ അകിടുകൾ വറ്റി വരണ്ട് പോകുന്നത് പോലെ നമ്മുടെ ഹൃദയവും വറ്റി വരണ്ട് പോകും. ഈ പറയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ ഒരു തരത്തിലുള്ള വികാരവുമില്ലാതെ, അനുഭൂതിയുമില്ലാത്ത ചില സന്ദർഭങ്ങൾ, ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ നമുക്ക് കഴിഞ്ഞു പോകാറുണ്ട്. ഒന്നുമില്ലാതെ എപ്പോഴും എന്തോ ഒരു പ്രയാസപ്പെട്ട് നടക്കുന്ന രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അത് ഈ രൂപത്തിലുള്ള ക്ലാവ് പിടിച്ചതാണ്, അല്ലെങ്കിൽ വറ്റി വരേണ്ടതാണ്, അല്ലെങ്കിൽ ഉണങ്ങി പോയതാണ്. അതിനെ ആ ഉണക്കത്തിൽ നിന്ന് പുനർജീവിപ്പിക്കാൻ, അതിനെ ആ ക്ലാവ് മായ്ച്ചു കളഞ്ഞ് അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ, അതേപോലെ വറ്റി വരണ്ടു പോയ ആ ഹൃദയത്തെ വീണ്ടും ചുരത്താൻ, അതിനുള്ള ഒരു ഉപായമാണ് യഥാർത്ഥത്തിൽ എന്ത്? ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകളാണ് ഈ ഗ്രന്ഥത്തിൽ മുഴുവനായും പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ ഇല്ലാതെ ഒരടി മുന്നോട്ട് നമുക്ക് വെക്കാൻ കഴിയില്ല, ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഞാൻ അതിൻ്റെ ആ ദിക്റിനെ കുറിച്ചുള്ള അതിൻ്റെ ഫവായിലുകൾ ഞാൻ നിങ്ങൾക്ക് ചില ഹദീസുകളിൽ നിന്നും ഖുർആൻ ആയത്തുകളിൽ നിന്നും വായിച്ച് കേൾപ്പിക്കാം. അപ്പം മനസ്സിലാകും നമുക്കൊരടി പോലും മുന്നോട്ടേക്ക് വെക്കാൻ കഴിയില്ല. എന്തില്ലാതെ? ദിക്റുള്ള ഇല്ലാതെ, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയില്ലാതെ. എന്താണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം വിശദീകരിക്കാം. അതൊക്കെ വിശദീകരിച്ചതിന് ശേഷമേ നമ്മൾ ഈ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോവുകയുള്ളൂ. ഒന്നാമതായിക്കൊണ്ട് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. ഇപ്പോൾ നമ്മളെല്ലാവരും ഈ വിളിക്ക് അർഹരാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് മേലെ നിന്നൊരു വിളി കേട്ടാൽ എന്തേ എന്ന് ചോദിക്കാൻ സത്യത്തിൽ ആരാണ് ഇപ്പോൾ ഉള്ളത്? ഈ ഇരിക്കുന്ന നമ്മളാണ്. ആ നമ്മളോടുള്ള വിളിയാണ് അല്ലാഹു തആല പറയുന്നത്. എന്ത്? ഉസ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുവിൻ, ഓർക്കുവിൻ. ദിക്റൻ കസീറ, ധാരാളം, 1 2 3 4 തവണയല്ല, കസീറൻ, ധാരാളം തവണ നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുവിൻ എന്ന് അല്ലാഹു തആല മേലെ നിന്ന് നമ്മെ വിളിച്ചു പറയുകയാണ്. ഈ ഒരു ആയത്ത് ആണ് ഈ ആയത്തിലൂടെ അതാണ് വിശദീകരിക്കുന്നത്. ഇബ്നു ഖയ്യിമുൽ ജൗസിയ്യ റഹിമഹുല്ലാഹ് ഈ ദിക്റിനെയും ദുആകളെയൊക്കെ കുറിച്ച് വളരെയധികം വ്യക്തമാക്കി, വളരെയധികം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, അൽ വാബിലുസ് സ്വയ്യിബ് എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെ ദിക്റുകളെയും ദുആകളെയും കുറിച്ച് മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു ആണ്. അദ്ദേഹം പറയാണ്, എൻ്റെ ഉസ്താദ് പറയാറുണ്ട്, എന്ത്? അദ്ദിക്റു ലിൽ ഖൽബ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് മുട്ടുക, നമ്മുടെ നാവിലല്ല, ഹൃദയത്തിലേക്കാണ് മുട്ടുക. ആ ഹൃദയവും ദിക്റും തമ്മിലുള്ള ബന്ധം, അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള ബന്ധം
മിസ്ലുൽ മാഇ ലിസ്സമക്, ഒരു മത്സ്യത്തിന് എങ്ങനെയാണോ വെള്ളം അതുപോലെയാണ് നമ്മുടെ ഹൃദയത്തിന് എന്ത്? ദിക്ർ. ഒരു മത്സ്യത്തിന് എങ്ങനെയാണ് വെള്ളം? മത്സ്യത്തെ പിടിച്ച് ആ വെള്ളത്തിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് ഇട്ടുമെന്ന് കരുതുക, എന്ത് സംഭവിക്കും? ഒരു 1-2 മണിക്കൂറുകൾക്കകം ആ മത്സ്യം ചത്തുപോകും. അതിന് വെള്ളം കിട്ടിയേ തീരൂ. അതിൻ്റെ ജീവിതം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അതിനെന്ത് വേണം? അതിനെ വെള്ളത്തിൽ കുളിപ്പിക്കണം. അതേപോലെ ദിക്റുള്ളയിൽ കുളിച്ച ഒരു മനുഷ്യനെ മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് ഇതൊക്കെ അനുഭവിച്ച ആളുകളിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങളാണിത്. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാഥാർത്ഥ്യം ഒരു ഹദീസിലൂടെ വിളിച്ചു പറയുകയാണ്, ഒരു ഹദീസിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. ദിക്റുള്ള ഇല്ലാതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഇല്ലാതെ നമ്മുടെ ജീവിതം ജീവിതമേ അല്ല. നമ്മുടെ ജീവിതം എന്തുപോലെയാണ്? യഥാർത്ഥത്തിൽ ഒരു ജീവച്ഛവം പോലെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്ത്? മസലുല്ലദീ യദ്കുറുല്ലാഹ യദ്കുറു റബ്ബഹു, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരാളുടെ ഉദാഹരണം, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരാളുടെ ഉപമ, വല്ലദീ ലാ യദ്കുറുല്ലാഹ, അതേപോലെ അള്ളാഹുവിനെ സ്മരിക്കാത്ത ഒരാൾ. ഇത് അള്ളാഹുവിനെ സ്മരിക്കുന്ന ആൾ, ഇത് അള്ളാഹുവിനെ സ്മരിക്കാത്ത ആൾ. ഇത് രണ്ടും തമ്മിലുള്ള ഉപമ, ഉദാഹരണം എങ്ങനെയാണ് എന്ന് വെച്ചാൽ, മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ഒരെണ്ണം മരിച്ചത്, മറ്റേത് ജീവനുള്ളത്. ജീവനുള്ളതും ജീവനില്ലാത്തതും പോലെയാണ് ദിക്റുള്ള ഉള്ളവൻ, ദിക്ർ ഹൃദയത്തിലുള്ളവനും ദിക്ർ ഹൃദയത്തിലില്ലാത്തവനും. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മത്സ്യത്തിന് എന്തുമാത്രം വെള്ളം ആവശ്യമാണോ അതേപോലെ നമ്മുടെ ഹൃദയത്തിന് ആവശ്യമാണ് എന്ത്? ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അത്രയും ആവശ്യമാണ്. അതില്ല എങ്കിൽ മരണപ്പെട്ടതുപോലെ ശവം പോലെയാണ് സത്യത്തിൽ നമ്മുടെ അവസ്ഥ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് അനുഭവിച്ചവർക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥവ്യാപ്തി എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയാണ്, എന്ത്? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി, അള്ളാഹു സ്മരിക്കപ്പെടുന്ന ഒരു ഭവനം, ഒരു വീട്, അള്ളാഹു സ്മരിക്കപ്പെടുന്ന ഒരു വീട്, വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി, അള്ളാഹുവിനെ സ്മരിക്കാത്ത ഒരു വീടും. രണ്ട് വീടുകൾ നമ്മുടെ ഭാവനയിലേക്ക് കൊണ്ടുവരിക. ഒരു വീട്ടിൽ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്നുണ്ട്, ഒരു വീട്ടിൽ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്നില്ല. ഈ രണ്ടും വീട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് വീടും തമ്മിലുള്ള ഉപമ എങ്ങനെയാണെന്ന് വെച്ചാൽ, മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, മരിച്ച വീട് പോലെ, മറ്റേത് ജീവനുള്ള വീട് പോലെ. മറ്റ് അള്ളാഹുവിനെ സ്മരിക്കുന്ന വീട് ജീവനുള്ളതാണ്. ഇതാരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ എന്താണ് ദിക്ർ എന്നും ആ ദിക്റിൻ്റെ പ്രാധാന്യം എന്താണ് എന്നും ശരിക്കും നമ്മേക്കാൾ കൂടുതൽ മനസ്സിലാക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഈ പറയുന്നത്. അള്ളാഹുവിനെ സ്മരിക്കാത്ത വീടും അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടും രണ്ടും ജീവനും ജീവനില്ലാത്തതും പോലെയാണ്. അത്രയും പ്രാധാന്യമാണ്. ഇപ്പോൾ ഈ വായിച്ച 2 ഹദീസുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. നമ്മുടെ ജീവവായുവാണ് സത്യത്തിൽ എന്ത്? ദിക്ർ. ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മുടെ ജീവവായുവാണ്. അതാണ്ട് ശരീരത്തിൽ നിന്ന് പോയാൽ, ഹൃദയത്തിൽ നിന്ന് പോയാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ശ്വാസം നിലച്ചതുപോലെയാണ്. അത് സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിൻ്റെ പ്രാധാന്യങ്ങളും ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് നമ്മൾ ഓരോ ദിക്റുകളും ദുആകളും എന്താണ് അതിൻ്റെ അർത്ഥമെന്നും അതിൻ്റെ അർത്ഥവ്യാപ്തിയെന്നും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മശീഅത്തുണ്ട് എങ്കിൽ നമ്മൾ വിശദീകരിക്കുക. അപ്പം മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ഇത് എത്രമാത്രം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ 2 ഹദീസുകൾ പറയുന്നത്. മൂന്നാമതായിട്ട് ഇതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുകയാണ്. ആദ്യമായിട്ട് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, അള്ളാഹു തആലയാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്, ഈ ലോകത്തിൻ്റെ നിയന്താവ് അള്ളാഹു തആലയാണ്. അള്ളാഹു തആലയാണ് സത്യത്തിൽ സമാധാനം എന്താണ്, ശാന്തി എന്താണ് എന്നത്, ശാന്തിയും സമാധാനവും സൃഷ്ടിച്ചവൻ അതാരാണ്? അള്ളാഹു തആലയാണ്. അള്ളാഹുവാണ് ശാന്തിയും സമാധാനവും നൽകുകയുള്ളൂ. അത് സൃഷ്ടിച്ചവൻ അവനാണ്. അതിൻ്റെ എല്ലാ വിശാല വ്യാപ്തികളും ഒക്കെ നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹു തആലയാണ്. ആ അള്ളാഹ് പറയാണ് എന്ത്? الذين آمنوا وتطمئن قلوبهم بذكر الله, സത്യവിശ്വാസികളായ ആളുകൾ വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയം ശാന്തമാകും, ബിദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്റോടുകൂടി, അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട് അവരുടെ ഹൃദയം
ശാന്തമാകും. തുമഇനീനത്ത് ഹൃദയത്തിനുണ്ടാകുന്ന ഹൃദയത്തിന് ആവശ്യമുള്ള ഏറ്റവും വലിയൊരു വികാരമാണ് തുമഇനീനത്ത് എന്നുള്ളത്. ഹൃദയ ശാന്തത. ഒരു പ്രശ്നവും ലോകം മുഴുവൻ ഇങ്ങനെ തിളച്ച് മറിയുന്ന സമയത്തും നമ്മുടെ ഹൃദയം വളരെ കൂളായിക്കൊണ്ട് വളരെ ശാന്തമായിക്കൊണ്ട് തണുത്തുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. അതാണ് തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയ ശാന്തത. വല്ലദീന ആമനു സത്യവിശ്വാസികളായ ആളുകൾ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ല, അള്ളാഹുവിൻ്റെ സ്മരണയാൽ അവരുടെ ഹൃദയം ശാന്തമായിരിക്കും. അലാ, ഇനിയൊരു യാഥാർത്ഥ്യം നിങ്ങൾ അറിയുക, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ മാത്രമേ തത്മഇന്നുൽ ഖുലൂബ് ഹൃദയത്തിന് ശാന്തി ലഭിക്കൂ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ശാന്തി ലഭിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഈ ലോകത്ത് അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ളൂ. അതെന്താണ്? ദിക്റുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. അതിലൂടെ കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഒരുപാട് ദിക്റുകൾ ചെയ്യുന്നുണ്ടാകാം, അതിലൂടെ സ്മരണ കിട്ടുന്നില്ല, അതിലൂടെ നമുക്ക് തുമഇനീനത്ത് കിട്ടുന്നില്ല എങ്കിൽ ദിക്റിൻ്റെ പ്രശ്നമല്ല, നമ്മൾ ദിക്റിനെ സമീപിച്ച സമീപനത്തിലെ പ്രശ്നമായിരിക്കും. നമ്മൾ ദിക്റിനെ സമീപിച്ച സമീപനത്തിലെ പ്രശ്നമായിരിക്കും, ദിക്റിൻ്റെ പ്രശ്നമല്ല. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നമുക്കൊക്കെ ചിലപ്പോൾ തോന്നും എത്രയോ സെൻറ്ററുകളുണ്ട്, എത്രയോ പ്രാസംഗികരുണ്ട്, എത്രയോ ആളുകളുണ്ട്, എത്രയോ വിഷയങ്ങളുണ്ട്. ഖിയാമത്ത് നാൾ വരെ പ്രസംഗിച്ചാലും തീരാത്ത പ്രസംഗങ്ങൾ, വിഷയങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് എല്ലാവർക്കും പറയാനുണ്ട്. എത്രയോ ഇസ്ലാമിക സെൻറ്ററുകൾ ലോകത്ത് പ്രവർത്തിക്കുന്നു, മലയാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്നു, ഈ ദുബായിലും ഈ UAE പ്രവർത്തിക്കുന്നു, കൊച്ചു കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അവർക്കൊക്കെ പലതും പല വിഷയങ്ങളാണ് പറയാനുള്ളത്. ഇതൊക്കെ കേൾക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് തോന്നും, ഇത് ഭയങ്കര അധികമാണല്ലോ, ഇത് കുറച്ച് അധികമായി പോയല്ലോ എന്ന് തോന്നും. ഒരു അറാബിയായ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് തോന്നി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്ന ശറാഇ അൽ ഇസ്ലാമി ഖദ് കസുറത് അലയ്യ, ഇസ്ലാമിൻ്റെ മതവിധികൾ എനിക്ക് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു റസൂലെ. ഒരുപാട് ശരീഅത്തുകളാണ് എൻ്റെ മുന്നിലുള്ളത്, എനിക്കൊക്കെ ഒരുപാടായിട്ട് തോന്നുന്നു. അതിനാൽ ഫഅംബിഇനി റസൂലെ, അങ്ങ് എനിക്ക് പറഞ്ഞു തരണം, അറിയിച്ചു തരണം. എന്ത്? മിൻഹാ ബിശൈഇൻ, അള്ളാഹുവിൻ്റെ ആ ശരീഅത്തിൽ നിന്ന്, ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ നിന്ന് ഒരെണ്ണം എനിക്ക് പറഞ്ഞു തരണം. അതശബ്ബസു ബിഹി, ഞാൻ മുറുകെ പിടിക്കാൻ, എനിക്ക് കെട്ടിക്കുടുക്കി എന്നെ കെട്ടിയിടാൻ പറ്റിയ ഒരു കാര്യം ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരണം, ബാക്കിയൊക്കെ ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നുന്നു റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റതുബൻ മിൻ ദിക്രില്ലാഹ്. കൂടിയിട്ടുണ്ടോ? കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? എങ്കിൽ ഇത് ചെയ്തോ. എന്ത് ചെയ്തോ? ലാ യസാലു ലിസാനുക്, നിൻ്റെ നാവ് ആയിക്കൊള്ളട്ടെ, തുടർന്നു കൊള്ളട്ടെ, റത്തുബൻ, നനഞ്ഞതായിക്കൊള്ളട്ടെ. നിൻ്റെ നാവ് ഏത് സമയത്തും സദാസമയവും നനഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. മിൻ ദിക്രില്ല, അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് നനയുന്ന നാവായി മാറട്ടെ നിൻ്റെ നാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്ലാമിക ശരീഅത്ത് കുറേ കൂടുതലാണെന്ന് തോന്നിയ ഒരു മനുഷ്യന് പറഞ്ഞു കൊടുത്ത ഒരു ഉപായമാണ്, ഒരു കാര്യമാണ്. അതിൽ മുറുകെ പിടിച്ചാൽ മതി എന്ന് ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയാണ്, ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി, അതിനാൽ നിങ്ങൾ എന്നെ ദിക്ർ ചെയ്യുവിൻ, എന്നെ നിങ്ങൾ സ്മരിക്കുവിൻ. അദ്കുർക്കും, ഞാൻ നിങ്ങളെ സ്മരിക്കും, ഞാൻ നിങ്ങളെ തിരിച്ച് സ്മരിക്കും. പണ്ഡിതന്മാർ പറയുകയാണ്, അതായത് അള്ളാഹു തിരിച്ച് നമ്മളെ സ്മരിക്കുമെന്ന്, നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചാൽ അള്ളാഹ് തിരിച്ച് നമ്മളെ സ്മരിക്കുമെന്ന്. ഈ ഒരായത്ത് മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. എന്തിനെക്കുറിച്ച്? ദിക്റിൻ്റെ പ്രാധാന്യം പറയാൻ വേണ്ടി ഈ ഒരായത്ത് മാത്രമേ അള്ളാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദിക്റിൻ്റെ പ്രാധാന്യം വേറെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എന്ന് കരുതുക. പണ്ഡിതന്മാരാരും വേറൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഈ ഒരു ആയത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മതി. കാരണം അത്രയും പ്രാധാന്യമാണ് ഈ ആയത്ത് പറയുന്നത്. എന്താ? ഇൻഷാ അള്ളാഹ് ഏറെ ഹദീസിലൂടെ വിശദീകരിക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുമെന്ന് അള്ളാഹു തആല പറയുകയാണ്. അതെങ്ങനെയാണ് അതിൻ്റെ രൂപമെന്ന് ഇൻഷാ അള്ളാഹ് വിശദീകരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. അതേപോലെ
ദിക്റില്ലാത്ത ഒരു സന്ദർഭവുമില്ല. ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ദിക്ർ പോകാൻ സാധ്യതയുള്ളൊരു സമയം, ഒരു സന്ദർഭം പറഞ്ഞു തരട്ടെ. ദിക്ർ സാധാരണഗതിയിൽ പോകാൻ സാധ്യതയുള്ള സമയം ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ, ശത്രുക്കൾ ഇങ്ങനെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വാളും സംഗതികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, യന്ത്രക്കോപ്പുകളൊക്കെ ആയിട്ട് നമ്മെ വെട്ടാൻ നിൽക്കുമ്പോൾ ആ സമയത്ത് ദിക്ർ ചെയ്യാൻ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവോ? അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതൂ, നിങ്ങൾ ഒരു സൈന്യത്തെ മുന്നിൽ കണ്ടാൽ ഓടരുത്. ഫസ്ബുതൂ, നിങ്ങൾ അടിയുറച്ച് നിൽക്കുവിൻ. വദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുവിൻ. മനുഷ്യന്മാർക്ക് ഓർമ്മ വരും അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ ആ സമയത്ത്. അപ്പോൾ പോലും അള്ളാഹുവിനെ ദിക്ർ ചെയ്യണമെന്ന് ഇനിയും ഒരുപാട് വിശദീകരിക്കാനുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ദിക്ർ ചെയ്യേണ്ടതിനെക്കുറിച്ച്, ഇതൊരു ഏറ്റവും വലിയൊരു സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രാധാന്യം പറയുന്ന വേറൊരായത്ത്. അതേപോലെ ബുദ്ധിയുള്ളവർ എന്ന് അല്ലാഹു തആല വിശദീകരിച്ചിട്ട്, അള്ളാഹുവിനറിയാലോ ആർക്കാണ് ബുദ്ധിയെന്ന്. ബുദ്ധി സംവിധാനിച്ച അല്ലാഹു തആല ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ അതാരെയാണ്, എന്താണ് അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത് ബുദ്ധിമാന്മാർ എന്നുള്ളതിന്? ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല വിശദീകരിച്ചിട്ടുള്ളത് ആരെയാണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നും ഒക്കെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾ. നിന്നും ഇരുന്നും കിടന്നും ഒക്കെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾ, അവരാണ് ആര്? ബുദ്ധിയുള്ളവർ എന്ന്. നമ്മൾ ബുദ്ധിയുള്ളവരെന്ന് നമ്മൾ ആരെയാണ് പറയുക? നമ്മൾ ആരെയാണ്? ഏതെങ്കിലും മനുഷ്യ സമൂഹത്തിന് ഗുണകരമായ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടത്തിയ, ഒരിക്കലും ഒരാളും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ, മനുഷ്യന് മറഞ്ഞു നിന്നിരുന്ന ഒരുപാട് സംഗതികൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെയുള്ള ഗവേഷകർ, അവരൊക്കെയാണ് നമ്മൾ ബുദ്ധിമാന്മാർ എന്ന് പറയുക, അല്ലേ? അള്ളാഹുവിൻ്റെ മുന്നിൽ ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത് ആരാണ്? അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾ, ഇരുന്നും നിന്നും കിടന്നും ഒക്കെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾ എന്നാണ്. അതേപോലെ അല്ലാഹു തആല പറയാണ്, വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ഒരുപാട് സ്മരിക്കുന്ന ആണുങ്ങളും അള്ളാഹുവിനെ ഒരുപാട് സ്മരിക്കുന്ന സ്ത്രീകളും പെണ്ണുങ്ങളും, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അസീമാ, ഒരുപാട് പ്രതിഫലം അല്ലാഹു തആല അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതിഫലവും പാപമോചനവും അല്ലാഹു തആല അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബികൾക്ക് പലപ്പോഴും സഹാബികളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഉത്തരം കിട്ടാവുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിക്കും. അങ്ങനെ ചോദിച്ചൊരു ചോദ്യമാണ്, അലാ ഉനബ്ബിഉകും ബി ഖൈരി അഅമാലിക്കും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. ബി ഖൈരി അഅമാലിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനം, ഏറ്റവും നല്ലൊരു പ്രവർത്തനം. അതേപോലെ വ അസ്കാഹ ഇൻദ മലീക്കിക്കും, നിങ്ങളുടെ യജമാനൻ്റെ അടുക്കൽ സംശുദ്ധമായ പ്രവർത്തനം, അതായത് ഒരു കറയും കളങ്കവും ഇല്ലാത്ത പ്രവർത്തനം. നിങ്ങളുടെ യജമാനൻ്റെ മുന്നിൽ പോയാൽ ഇതിന് കറയുണ്ട്, ഇതിന് കളങ്കമുണ്ട് എന്ന് പറയില്ല. അത്രയും തസ്കിയത്തുള്ള, അത്രയും സംശുദ്ധമായൊരു പ്രവർത്തനം. അതേപോലെ വ അർഫഇഹാ ഫീ ദറജാതിക്കും, നിങ്ങളുടെ ദറജകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ ഇരിക്കുന്ന ആളുകളൊന്നും ഒരേ ദറജയിലല്ല. ഇപ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾ, ഇപ്പോൾ നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്, എല്ലാവരും ഒരേ രൂപത്തിലായിട്ടാണ് നമ്മൾ കാണുക. അള്ളാഹുവിൻ്റെ മുന്നിൽ പല ദറജകളാണ് പല ആളുകൾക്കും. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഹൃദയം നോക്കിയിട്ടാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ ഓരോ ദറജകളുള്ളത്. അങ്ങനെ നിങ്ങളുടെ ദറജ അർഫഇഹാ ഫീ ദറജാതിക്കും, നിങ്ങളുടെ ദറജകൾക്ക് ഒരുപാട് ഉയർച്ച കിട്ടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ എന്നിട്ടും പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, വ ഖൈരിൻ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വരിഖി, സ്വർണവും വെള്ളിയും നിങ്ങളിങ്ങനെ വാരിക്കോരി ഇങ്ങനെ എറിഞ്ഞു കൊടുത്ത് ചിലവാക്കുകയാണ്. അതിനേക്കാൾ നല്ലത് സ്വർണവും വെള്ളിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് കരുതുക, അത് നിങ്ങൾ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഹൈറായ ഒരു പ്രവർത്തനം, അതിനേക്കാൾ ഹൈറായ പ്രവർത്തനം എന്താ ഉണ്ടാവുക? സ്വർണവും വെള്ളി ഇങ്ങനെ വാരിക്കോരി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൊടുക്കുക, പാവപ്പെട്ടവർക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക, ഇസ്ലാമിക മാർഗ്ഗത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനേക്കാൾ നല്ലൊരു പ്രവർത്തനം ഞാൻ പറഞ്ഞു തരട്ടെയോ?
ഇതിനേക്കാൾ സംശുദ്ധമായ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ മുന്നിൽ സംശുദ്ധമായ ഒരു പ്രവർത്തനം, നിങ്ങളുടെ ദറജകൾ ഇങ്ങനെ പടിപടിയായിട്ട് കൂട്ടുന്ന ഒരു പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വ ഖൈരിൻ ലക്കും, ഇനി അതിനേക്കാൾ, ഏതിനേക്കാൾ? മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടി, അതായത് ബദർ യുദ്ധത്തിൽ, ഉഹദ് യുദ്ധത്തിൽ, അതേപോലെ ഖന്തഖ് യുദ്ധത്തിൽ, ഖൈബറിൽ ഒക്കെ, അതൊക്കെ പങ്കെടുത്ത ആളുകളോടാണ് ഈ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടുന്നു, ശത്രുക്കളെ കണ്ടുമുട്ടിയിട്ട് നിങ്ങൾ അവരെ വെട്ടുന്നു, അവർ നിങ്ങളെ വെട്ടുന്നു, കഴുത്ത് വെട്ടുന്നു. ഇങ്ങനെ പരസ്പരം ശത്രുക്കളുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ബദർ, ഉഹദ്, ഖന്തഖ്, ഖൈബർ പോലെയുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ആ യുദ്ധങ്ങൾ, ആ യുദ്ധം നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഉത്തമമായൊരു കാര്യം എന്തായിരിക്കും? അതിൻ്റെ പ്രാധാന്യം? ഈ പറഞ്ഞ രൂപത്തിലൊക്കെയാണ് എങ്കിൽ ആ സാധനത്തിൻ്റെ പ്രാധാന്യം എന്തായിരിക്കും? അപ്പോൾ ബലായ റസൂലല്ലാ, അള്ളാൻ്റെ റസൂലെ പറഞ്ഞു തന്നാലും, ഇങ്ങനെ ഇത്രയും പ്രാധാന്യമുള്ളതാണെങ്കിൽ അത് പറഞ്ഞതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുല്ലാഹി തആല, മഹാനായ അള്ളാഹുവിനെ, ഉന്നതനായ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളതാണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ, ഇത്രയും ഞാൻ ഈ വിശദീകരിച്ചതിൽ നിന്ന് എത്രമാത്രം പ്രാധാന്യമുണ്ടാകും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിനും, അള്ളാഹുവിനെ സ്മരിക്കുന്നത് എത്രമാത്രം പ്രാധാന്യമുണ്ടാകും, അള്ളാഹു എത്രമാത്രം പ്രാധാന്യമാണ് അതിന് കണ്ടിട്ടുള്ളത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹ് പറയുകയാണ്, അന ഇൻദ ദന്നി അബ്ദി ബി, അന ഇൻദ ദന്നി അബ്ദി ബി, ഞാൻ എവിടെയാണെന്നറിയോ? അള്ളാഹുവായ ഞാൻ, എൻ്റെ അടിമ എന്നെ എവിടെ കരുതുന്നോ, എങ്ങനെ കരുതുന്നോ അങ്ങനെയാണ് ഞാൻ. അവൻ എന്നെ എങ്ങനെയാണോ കരുതുന്നത്, അവൻ്റെ വന്ന്, അവൻ്റെ തലൻ്റെ അകത്തുള്ള ചിന്ത, എന്നെക്കുറിച്ചുള്ള ഊഹം എന്താണോ, ഞാൻ അങ്ങനെയാണ്. എന്നിട്ട് അള്ളാഹു തആല പറയാണ്, വ അന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ സ്മരിച്ചാൽ അവൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. അള്ളാഹുവിൻ്റെ ഈ കൂടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാ മനുഷ്യരുടെയും കൂടെയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാൾക്കാർ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ മൂന്നാമനായിട്ട് ആരുണ്ടാവും? അള്ളാഹു ഉണ്ടാവും. നാലാൾക്കാരായാൽ മൂന്നാളുണ്ടെങ്കിൽ നാലാമനായിട്ട് അള്ളാഹു ഉണ്ടാവും. നാലാളുണ്ടെങ്കിൽ അഞ്ചാമനായിട്ട് അള്ളാഹു ഉണ്ടാവും. ഇനി അതിനേക്കാൾ ചെറുതായാലും അതിനേക്കാൾ കൂടിയായാലും എവിടെയായാലും അള്ളാഹു ഉണ്ടാകും. ഈ ഉണ്ടാകും എന്നുള്ളതല്ല ഈ പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ മഅയ്യത്തുൻ ഖാസയാണ്. അതായത് പ്രത്യേകമായ രൂപത്തിൽ അള്ളാഹു തആല തൻ്റെ ഈ മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവും. എപ്പോൾ? അള്ളാഹുവിനെ കുറിച്ച് സ്മരിച്ചാൽ. ഇവിടെ ഇരുന്നിട്ട് സ്മരിച്ചാൽ മതി, വണ്ടിയിൽ ഇരുന്നിട്ട് സ്മരിച്ചാൽ മതി, നടന്നു പോകുമ്പോൾ സ്മരിച്ചാൽ മതി, കിടക്കുമ്പോൾ സ്മരിച്ചാൽ മതി, അവിടെ ഉണ്ടാവും അള്ളാഹു, കൂടെ അള്ളാഹു ഉണ്ടാകുമെന്ന് അള്ളാഹു തആല പറഞ്ഞു. അപ്പോൾ എന്താണ്? അള്ളാഹുവിൻ്റെ മഅയ്യത്ത് കിട്ടാനുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സുഫയിലുണ്ടായിരുന്ന ആളാണ്. അതായത് മദീനയിലെ പള്ളിയിൽ സുഫ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് ഒരഭയവും ഇല്ല, വീടുമില്ല, കുടിയില്ലാത്ത ആളുകൾ ആ പള്ളിയുടെ മൂലയിൽ താമസിച്ചിരുന്ന ആളുകളാണ്. പള്ളിയുടെ മൂലയിൽ ഇങ്ങനെ താമസിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ സുഫയിൽ ഉള്ള സമയത്ത്, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ സുഫയിലുള്ള സമയത്ത്, സുഫ എന്ന് പറഞ്ഞാൽ മദീനയിലെ മസ്ജിദ് നബവിയിലെ മൂലയിലെ ഒരു സ്ഥലമാണ്. പാവപ്പെട്ടവരായ ആളുകൾ, ഒരു അഭയകേന്ദ്രവും ഇല്ലാത്ത ആളുകൾ, അവരവിടെയാണ് താമസിക്കുക, അവിടെയാണ് കിടക്കുക. ഞങ്ങൾ അവിടെ ഉള്ള സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, അയ്യുക്കും, ഈ സുഫയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരാളുമില്ലേ, ഒരു സമ്പത്തുമില്ല, അവർക്ക് ഒരു വീടുമില്ല, ഒരു മഅ്വയുമില്ല, ഒരു അഭയകേന്ദ്രവും ഇല്ല, ആരുമില്ല. ആരെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുത്താൽ അത് കഴിക്കുക, അതാണ് അവരുടെ അവരുടെ ദിവസത്തിൽ കിട്ടുന്ന സംഗതി. ആരെങ്കിലും സ്വതക്കയായി കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണമാണ്. അവർക്ക് തിരിച്ചു പോകാൻ വീടില്ല, അവർ അഹ്ലു സുഫയായിട്ട് കഴിയുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അയ്യുക്കും യുഹിബ്ബു, നിങ്ങളുടെ ഈ കൂട്ടത്തിൽ ആർക്കാണ്, നിങ്ങൾ അവരുടെ അവസ്ഥ, അവരുടെ മാനസികാവസ്ഥ കണക്കാക്കണേ. ഈ ചോദിക്കപ്പെടുന്ന ആളുകളുടെ മാനസികാവസ്ഥ, അവരുടെ ഈ അവസ്ഥ എന്താണെന്ന് ശരിക്കും നമ്മുടെ ചിത്രത്തിൽ വരണം. ഒരു തരത്തിലുള്ള സമ്പത്തുമില്ലാത്ത, ഒരു ജോലിയുമില്ലാത്ത ആളുകളാണ്, ഒരു തരത്തിൽ വേറൊരു മാർഗവുമില്ല. അങ്ങനെയുള്ള ആളുകൾ, അഹ്ലു സുഫയായിട്ട് കഴിയുന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അയ്യുക്കും യുഹിബ്ബു, നിങ്ങളിൽ ആർക്കാണ് ഇഷ്ടം? എന്തിന്?
അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാൻ. മദീനയിലെ ഒരു സ്ഥലമാണ് ബുത്ഹാൻ. ബുത്ഹാനിലേക്ക് പോകാൻ ഇഷ്ടമുള്ളവരാരാ നിങ്ങളുടെ കൂട്ടത്തിൽ? എന്നിട്ടോ ഓരോ ദിവസവും ബുത്ഹാനിലേക്ക് പോകുക. അതേപോലെ ഔ ഇലൽ അഖീഖ്, അഖീഖ് സുഗ്റ, അഖീഖ് എന്ന് പറഞ്ഞാലും ഒരു സ്ഥലമാണ്. അഖീഖിലേക്ക് അല്ലെങ്കിൽ ബുത്ഹാനിലേക്ക് ഓരോ ദിവസവും ഈ കൂട്ടത്തിൽ നിന്ന് പോകാൻ ഇഷ്ടമുള്ളവരാരാണ്? എന്നിട്ടോ ഫയഅതി മിൻഹു, എന്നിട്ട് ആ ബുത്ഹാനിൽ നിന്നും അഖീഖിൽ നിന്നും തിരിച്ചു വരിക. എങ്ങനെ? ബിനാഖതൈനി കൗമാവൈനി, പൂർണ്ണ ഗർഭിണികളായ വളരെ ശരിക്ക് വളരെ പ്രാധാന്യമുള്ള വളരെ വിലയുള്ള 2 ഒട്ടകങ്ങളുമായിട്ട് ഇങ്ങനെ തിരിച്ചു വരിക. ഇതിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇന്ന് ഇന്ന സ്ഥലത്തേക്ക് ബുത്ഹാനിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വളരെ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് 2 BM കാറുകളുമായിട്ട് വലിയ കാറുമായിട്ട് BM ഏറ്റവും വലിയ വിലപിടിപ്പുള്ള കാറുമായിട്ട് തിരിച്ചു വരാം. എന്നും പോകുക, എന്നും ഇങ്ങനെ 2 BMW കാറായിട്ട് തിരിച്ചു വരിക, അല്ലെങ്കിൽ ഏതാണോ വിലപിടിപ്പുള്ള കാറ് അത് കാറായിട്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിലയില്ലേ, ആ ഒരു വിലയാണ് ഈ പറഞ്ഞ 2 പൂർണ്ണ പ്രായമെത്തിയ 2 ഒട്ടകങ്ങളുമായിട്ട് തിരിച്ചു വരിക. എന്നും പോകുക, എന്നും തിരിച്ചു വരിക. ഇങ്ങനെ ഈ 2 സാധനങ്ങളുമായിട്ട്, ഈ 2 ഒട്ടകങ്ങളുമായിട്ട് അങ്ങനെ വരാൻ ഇഷ്ടപ്പെടുന്നവരാരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു ചിന്ത വരും, അങ്ങനെ ഇപ്പോൾ കിട്ടണമെങ്കിൽ എന്തായാലും ആരെങ്കിലും പോയി കൊന്നിട്ടായിരിക്കണം, ബാങ്ക് കൊള്ളടിച്ചിട്ടായിരിക്കണം, പറ്റിച്ചിട്ടായിരിക്കണം, എന്തെങ്കിലും ചതി നടത്തിയിട്ടാണ് 2 BM കാർ വെറുതെ പോയിട്ട് ഇങ്ങോട്ട് കിട്ടുള്ളൂ. നേരെ പോവുക, 2 BM കാറായിട്ട് ഇങ്ങോട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ അതായിരിക്കില്ലേ നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്ന മാർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, എന്ത്? ഫീ ഗൈരി ഇസ്മിൻ, ഒരു പാപവുമില്ലാതെ, ഒരു പാപവും ചെയ്യാതെ തന്നെ, വലാ ഖതീഅത്തി റഹിമിൻ, ഒരു കുടുംബബന്ധവും മുറിക്കാതെ, കുടുംബബന്ധം മുറിക്കാതെ, ഒരു പാപവും ചെയ്യാതെ, പുണ്യത്തിൽ തന്നെ 2 BM കാറുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്കിഷ്ടമാണോ? ആണോ? ഒരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. ഇത് കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കുറ്റമോ പ്രശ്നമോ ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? ഇസ്മും ഖതിയത്തു റഹിമും അതിലില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിഷ്ടമാണോ? നിങ്ങളിൽ ആർക്കാണ് ഇഷ്ടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, കുൽന, ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് നുഹിബ്ബു ദാലിക്, റസൂലെ ഞങ്ങൾക്കത് ഇഷ്ടമാണ്. ആരോടാ ചോദിക്കുന്നത്? അഹ്ലു സുഫയോടാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്കിഷ്ടമാണ് റസൂലെ, കാരണം അതിൽ ഇസ്മില്ല, അതിലൊരു തരത്തിലുള്ള പാപവുമില്ല, ഒരു തരത്തിലുള്ള എന്തുമില്ല, ബന്ധം വിച്ഛേദിക്കലുമില്ല. പുണ്യത്തിൻ്റെ രൂപത്തിൽ 2 നാക്കത്തുകളെ, 2 പൂർണ്ണ പെൺ ഒട്ടകങ്ങളെ, കൗമാവേനിയായ 2 ഒട്ടകങ്ങളെ പൂർണ്ണമായി കിട്ടുകയാണ്. അത് ഞങ്ങൾക്കിഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ യഗ്ദു അഹദുക്കും, എന്നാൽ പിന്നെ നിങ്ങൾക്ക് പോയിക്കൂടെ ഓരോരുത്തർക്കും, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പോയിക്കൂടെ, ഫയഅലമ, എന്നിട്ട് മനസ്സിലാക്കിക്കൂടെ, അല്ലെങ്കിൽ ഔ യഖ്റഅ, അല്ലെങ്കിൽ ഓതിക്കൂടെ, ആയത്തൈനി മിൻ കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് 2 ആയത്ത് ഓതിക്കൂടെ, അത് മതിയും, അത് അതിനേക്കാൾ ഖൈറാണ്. ഖൈറുൻ ലഹു മിൻ നാഖതൈൻ, ഈ പറഞ്ഞ 2 ഒട്ടകത്തേക്കാൾ, ഈ പറഞ്ഞ 2 BM കാറിനേക്കാൾ ഖൈർ എന്താണ്? ഈ പറഞ്ഞ 2 ആയത്ത് ഓതലാണ്. അള്ളാഹുവിൻ്റെ ദിക്റായ ഈ ആയത്ത് 2 എണ്ണം പള്ളിയിൽ പോയിട്ട് ഓതലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്തായാലും മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല. ഹാഷാ അയ്യഖൂൽ, അദ്ദേഹം അങ്ങനെ പറയൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മെ ഇല്ലാത്ത ഒരു സംഗതി പറഞ്ഞ് പ്രചോദിപ്പിച്ച് ചെയ്യിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല. ഉള്ളതാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഈ യാഥാർത്ഥ്യം എപ്പോഴേ തിരിച്ചറിയൂ? പരലോകത്തിങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ മനസ്സിലാവും, അന്ന് പള്ളിയിൽ ഇരുന്ന് ഓതിയ 2 ആയത്ത് പൂർണ്ണ ഗർഭിണികളായ 2 വലിയ ഒട്ടകത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് എന്ന് അപ്പോൾ ബോധ്യവും. പക്ഷെ അപ്പോൾ ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല, ചെയ്യാത്തവർക്ക് അപ്പോൾ ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല. അതാണ് ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, വസലാസുൻ ഖൈറുൻ ലഹു മിൻ സലാസ്, ഇനി 3 ആയത്ത് ഓതിയാൽ 3 ഒട്ടകത്തെ കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്, 4 ആയത്ത് ഓതിയാൽ 4 ഒട്ടകത്തെ കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. അങ്ങനെ എത്ര ആയത്ത് ഓതുന്നോ അത്രയും ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്,
നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുന്നേ ഇത് പറയാതെ തുടങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ളതിലാണ് ഇതിൻ്റെ പ്രാധാന്യം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് വളരെ ലഘുവായ രണ്ട് കലിമത്തുകൾ നാവിന് വളരെ ലഘുവാണ്. അതേപോലെ സഖീലതാനി ഫിൽ മീസാൻ, നാവിൽ ലഘുവാണ് എന്ന് കരുതിയിട്ട് അതിന് തൂക്കം കുറയും എന്ന് കരുതണ്ട. സഖീലതാനി ഫിൽ മീസാൻ, നമ്മൾ ആ പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹു കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന മീസാനിൽ എന്താണ്, അതിശക്തമായ ഖനമുള്ളതാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹുവായ പരമകാരുണികനായ അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള രണ്ട് വാക്കുകളാണ് സുബ്ഹാനല്ലാഹിൽ അസീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇതാണ് അടുത്ത ഒരു പ്രാധാന്യമായിട്ട് പറയുന്നത്. ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, തഫക്കദൂ, നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക. എന്ത്? അൽ ഹലാവത ഫീ സലാസതി അഷ്യാഇൻ, മൂന്ന് സംഗതികളിൽ നിങ്ങൾ മാധുര്യം നുകരാൻ തെരഞ്ഞുകൊള്ളുക. നിങ്ങൾക്ക് ജീവിതത്തിൽ മാധുര്യം കിട്ടണോ, അനുഭൂതി കിട്ടണോ, അത് 3 സംഗതികളിൽ നിങ്ങൾ തെരഞ്ഞുകൊള്ളുക. ആ 3 എണ്ണത്തിൽ നിങ്ങൾ കിട്ടണില്ല എങ്കിൽ ഒരു സംഗതി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, വാതിലടഞ്ഞിരിക്കുകയാണ്. ഈ 3ലും നിങ്ങൾക്ക് മാധുര്യം കിട്ടണില്ല എങ്കിൽ, അനുഭൂതി കിട്ടണില്ല എങ്കിൽ വാതിൽ മുഗലക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതാണ് 3 സംഗതികൾ? 1 ഫിസ്വലാത്ത്, നമസ്കാരത്തിൽ എങ്ങനെ മാധുര്യമാക്കാം, ആസ്വാദികരമാക്കാം എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. 2 സിക്റിൽ, അതാണിപ്പോൾ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 3 ഖിറാഅത്തുൽ ഖുർആൻ പാരായണത്തിൽ. ഇതിൽ കിട്ടിയാൽ കിട്ടി, ഇതിൽ കിട്ടുന്നില്ല, അനുഭവപ്പെടുന്നില്ലേ എങ്കിൽ മനസ്സിലാക്കുക, വാതിൽ അടഞ്ഞു കിടക്കുകയാണ്, തുറക്കേണ്ടി ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ, അള്ളാഹുവിൻ്റെ അടിമ ഒരു വാക്ക് ഇങ്ങനെ ഉച്ചരിക്കും. ഒരു വാക്ക്, വെറുതെ ഒറ്റൊരു വാക്കേ ഉച്ചരിച്ചിട്ടുണ്ടാവുള്ളൂ. മിൻ റിദ്വാനില്ല, അള്ളാഹുവിന് തൃപ്തി ഉണ്ടാകുന്ന ഒരു വാക്കാണ് ഉച്ചരിച്ചത്. പക്ഷേ ലാ യുൽഖി ലഹാ ബാലൻ, ഇവൻ ഒരു വിലയും അതിന് കണ്ടിട്ടില്ല, വലിയ പ്രാധാന്യമൊന്നും ഇവൻ കണ്ടിട്ടില്ല. പക്ഷേ യർഫഉല്ലാഹു ബിഹാ ദറജാത്തിൻ, ആ ഒരൊറ്റ വാക്കിനാൽ ഈ മനുഷ്യൻ്റെ പദവികൾ അല്ലാഹു തആല ഉയർത്തിയിരിക്കും. ഇവൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പ്രാധാന്യങ്ങൾ, ഉയർത്തലുകൾ, പദവികൾ അല്ലാഹു തആല ഉയർത്തിയിട്ടുണ്ടാകും ആ ഒരൊറ്റ വാക്കിനാൽ. അതേപോലെ ഇതിൻ്റെ അർത്ഥം, ഞാനിഞ്ഞീ പറയാൻ പോകുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അത് മനസ്സിലാകാനുള്ള ഒരു ഹൃദയം നൽകുമാറാകട്ടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണം, ഖിതഅത്ത് കബ്ദി എന്നാണ് പറഞ്ഞില്ല, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, എനിക്കൊരു വേലക്കാരിയെ വേണം, എനിക്ക് അധ്വാനം കൂടുതലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പരാതിപ്പെടുകയാണ്. കുറച്ച് അധ്വാനം കൂടുതലാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, അലാ അദുല്ലുക്കി, മോളെ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. എന്ത്? അലാ മാ ഹുവ ഖൈറുൻ ലക്കി മിൻ ഖാദിമിൻ, ഒരു ഖാദിമിനേക്കാൾ മോൾക്ക് ഖൈറായൊരു സംഗതി ഞാൻ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകൾ ഈ ഭൗതികമായ പണികളെടുത്ത് പ്രയാസപ്പെടുന്ന ഒരു കാര്യം പരാതി പറഞ്ഞപ്പോൾ ആ പരാതിക്ക് പരിഹാരമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, മോളെ ഞാൻ നിനക്ക് ഒരു ഖാദിമിനെ നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈറായൊരു സംഗതി ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ തുസബ്ബിഹീന സലാസൻ വസലാസീൻ, മോളൊരു കാര്യം ചെയ്യണം, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. അതേപോലെ 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയണം, അൽഹംദുലില്ലാ എന്ന് പറയണം. 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയണം. എപ്പോൾ? രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ. 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയണം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ. എന്താണ്? വേലക്കാരനെ ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറങ്ങാൻ പോകുമ്പോൾ ഇത് മൂന്നും, ആദ്യത്തെ 2 33 പിന്നെ അല്ലാഹു അക്ബർ 34 പ്രാവശ്യം പറയണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു ആലം.
പക്ഷേ ഉറപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ഒരു വേലക്കാരിയെ നൽകുന്നതിനേക്കാൾ ഹൈറായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വേലക്കാരിക്ക് പകരമായിക്കൊണ്ട് ഉറങ്ങാൻ പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അല്ലാഹു അലം. അല്ലാഹു തആല നമുക്കതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു തആല മനസ്സിലാക്കി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖുദൂ ജുന്നതക്കും, നിങ്ങളൊരു കാര്യം ചെയ്യണം. സ്വഹാബികളെ വിളിച്ചിട്ട് പറയാണ്, ഖുദൂ ജുന്നതക്കും, എല്ലാവരും പരിചയം എടുത്ത് റെഡിയാവുക. പരിചയം എടുത്തിട്ട് റെഡി ആയിക്കോ എല്ലാവരും. പരിച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ ആക്രമണം തടയാനുള്ള ആ പരിച, അതെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, കുൽനാ യാ റസൂലല്ലാഹ് മിൻ അദുവിൻ ഖദ് ഹദർ, റസൂലെ ശത്രുക്കൾ വന്നോ, റെഡി ആയിട്ടുണ്ടോ, ശത്രുക്കൾ യുദ്ധം ചെയ്യാൻ വേണ്ടി അടുത്തോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ല, ശത്രുക്കൾ വന്നിട്ടില്ല. ജുന്നതക്കും മിനന്നാർ, ഞാൻ പറഞ്ഞത് എന്താണ്, നരകത്തിൽ നിന്ന് നിങ്ങളെ കാക്കാനുള്ള പരിച, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശത്രുക്കൾ വന്ന പരിചയമല്ല, നരകത്തിൽ നിന്ന് നിങ്ങളെ കാക്കാനുള്ള. കൂലു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൂലു, നിങ്ങൾ പറയുവിൻ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞോളൂ. ഫഇന്നഹ, ഈ പറഞ്ഞ സാധനങ്ങൾ, തഅതീന യൗമൽ ഖിയാമ, യഅതീന യൗമൽ ഖിയാമ, അവ ഖിയാമത്ത് നാളിൽ വരും. മുൻജിയാത്തിൻ മുഖദ്ദമാത്തിൻ, നമുക്ക് മുന്നേ നമ്മെ രക്ഷിക്കുന്നതായിക്കൊണ്ട് പരലോകത്ത് ഇവ വരും. വഹുന്നൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, എന്നെന്നും നിലനിൽക്കുന്ന സ്വാലിഹായ കർമ്മങ്ങളാണ് സത്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നിർത്തുകയാണ്. ഇത്രയും ചുരുക്കി വിശദീകരിക്കുകയാണ് ദിക്റിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് പറയാൻ. എന്താണ് ദിക്ർ? ദിക്ർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പല ആളുകളും പല രൂപത്തിലും ദിക്ർ ചൊല്ലുക എന്ന് പറയുന്നിട്ടുണ്ടല്ലോ. ദിക്ർ ചൊല്ലുകയാണ്. നമ്മുടെ നാട്ടിൽ പഴയ കാലഘട്ടത്തിൽ ഇപ്പോഴൊക്കെ എടുത്തു പോയി, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, വൈകുന്നേരമായാൽ മഗ്‌രിബിൻ്റെ സമയത്ത് കുട്ടികളിരുന്ന് ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ ചൊല്ലുക, അങ്ങനൊരു ഏർപ്പാടുണ്ടല്ലോ. ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് സത്യത്തിൽ ദിക്ർ എന്ന് പറഞ്ഞാൽ? ചില ആളുകൾ ഇങ്ങനെ ദിക്ർ പറയാറുണ്ട്, ഹൃദയത്തിൽ യാതൊരു തരത്തിലും അതിൻ്റെ ആശയം മനസ്സിലാക്കാതെ, ഒരാശയവും അറിയാതെ തന്നെ വായിലൂടെ വെറുതെ ദിക്റുകൾ പറയാറുണ്ട്. ദിക്റുകൾ എന്ന് പറഞ്ഞാൽ 2 തരമാണ് ദിക്റുകളുള്ളത്. 2 തരം ദിക്റുകളാണ് സത്യത്തിൽ ലോകത്ത് ഉള്ളത്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ പുകഴ്ത്തുക, പ്രകീർത്തിക്കുക, അവനെ മഹത്വപ്പെടുത്തുക, സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. അത് സത്യത്തിൽ എന്താണ്? അള്ളാഹുവിനെ പ്രകീർത്തിക്കലാണ്, അല്ലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കലാണ്. ഇങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കുകയോ പ്രകീർത്തിക്കുകയോ മഹത്വപ്പെടുത്തുകയോ ചെയ്യുന്ന വാക്കുകൾ, അതാണ് ഒന്നാമത്തെ ഒരു ദിക്ർ. രണ്ടാമത്തെ ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് പറയാം. അള്ളാഹു വളരെ കാരുണ്യവാനാണ്, അള്ളാഹു എല്ലാ തെറ്റുകളും പൊറുക്കുന്നവനാണ്, അള്ളാഹു മനുഷ്യന്മാരോട് വളരെ ഇഷ്ടമുള്ളവനാണ്. ഇതും എന്താണ്? ദിക്റാണ്. ഇത് രണ്ടും ദിക്റാണ്. ഒന്നാമത്തേത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ ആ രൂപത്തിലുള്ള ഒരു സ്ട്രക്ചേർഡായ രൂപത്തിലുള്ള ദിക്റുകൾ, അള്ളാഹുവിനെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ദിക്റുകൾ. അതല്ലാതെ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന ദിക്റുകൾ, അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഖബറുകൾ, അള്ളാഹുവിനെക്കുറിച്ചുള്ള വാർത്തകൾ, ഇതും എന്താണ്? ദിക്റാണ്. ഈ 2 ദിക്റുകളും, ഈ 2 രൂപത്തിലുള്ള ദിക്റുകളും എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക? അത് 3 രൂപത്തിലാണ് വരിക. ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ഈ പറഞ്ഞ രൂപത്തിലുള്ള 2 ദിക്റുകളും, ഒന്നാമത്തെ ദിക്ർ എന്താണ്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ പുകഴ്ത്തുക, മഹത്വപ്പെടുത്തുക, അള്ളാഹുവിനെ സ്തുതിക്കുക, അങ്ങനെയുള്ള ദിക്റുകൾ. രണ്ടാമത്തേത് അള്ളാഹുവിനെക്കുറിച്ച് പറയുക, അള്ളാഹുവിനെക്കുറിച്ച് അറിയുക, അള്ളാഹു ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയുക. അതാണ് പ്രകീർത്തിക്കാതെ മഹത്വപ്പെടുത്താതെ അള്ളാഹുവിനെക്കുറിച്ചുള്ള, അള്ളാഹുവിൻ്റെ സിഫത്തിനെക്കുറിച്ചുള്ള, ഇസ്മുകളെക്കുറിച്ചുള്ള പറച്ചിലുകൾ. ഈ 2 ദിക്റുകളും
നമ്മിൽ നിന്ന് വരിക 3 രൂപത്തിലായിരിക്കും. നമ്മിൽ മനുഷ്യന്മാരിൽ നിന്ന് വരിക 3-ൽ ഏതെങ്കിലും ഒരു രൂപത്തിലാണ്. ഒന്നാമത്തെ രൂപം അതെന്താണ്? നാവിലൂടെ മാത്രം. അതാണ് ഏകദേശം 98% പേരും പറയുന്നത്, അല്ലെങ്കിൽ 99% പേരും നാവിലൂടെ മാത്രം സുബ്ഹാനല്ലാഹ് 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 വെറും എന്നുള്ള ശബ്ദം നമ്മൾ കേൾക്കാറില്ലേ പല ആളുകളിൽ നിന്നും? ആ എന്നുള്ള ശബ്ദം വെറും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഒന്നും വേണ്ട. ആളുകളെ മറ്റുള്ളവരിലേക്ക് നോക്കണ്ട, നമ്മളിലേക്ക് തന്നെ നോക്കുക. ഇശാഓ മഗ്രിബോ ഒക്കെ കഴിഞ്ഞില്ല ഇപ്പോൾ നമ്മൾ. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഉണ്ടായിരുന്ന സുബ്ഹാനല്ലാഹ് എന്നുള്ള 33 പ്രാവശ്യം എങ്ങനെയാണ് ചൊല്ലിയത്? നാവിലൂടെയാണോ ഹൃദയത്തിലൂടെയാണോ? ഓരോരുത്തരും അവനവനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. നാവിലൂടെയാണോ, നാവിലൂടെ മാത്രമാണോ അത് പുറത്തേക്ക് വന്നത്? അങ്ങനെ വരും. അതാണ് ഒന്നാമത്തെ രൂപം. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റുകൾ, നേരത്തെ പറഞ്ഞ 2 ദിക്റുകൾ ഒന്നുകിൽ നാവിലൂടെ മാത്രം വരും. രണ്ടാമത്തേത് ഹൃദയത്തിൽ മാത്രം, നാവിലൂടെ വരില്ല. അതെങ്ങനെയാണ്? അള്ളാഹുവിനെക്കുറിച്ച് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന് ഹൃദയം പറയും. ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പലപ്പോഴും പക്ഷികൾ പറക്കുന്നത് കാണുമ്പോൾ, ചില പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ, ചിലപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു എന്തൊക്കെയാണോ നമ്മൾ ജീവിതത്തിൽ അതൊന്നും കാണാതെ തന്നെ ഇരുന്നിങ്ങനെ ബസ്സിലിരുന്ന് പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, പ്ലെയിനിൽ പോകുമ്പോൾ, കിടക്കുമ്പോൾ ഒക്കെ അള്ളാഹുവിനെക്കുറിച്ച് ഹൃദയത്തിൽ ഓർത്തിട്ട് വരുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ദിക്റുകൾ. ഈ പറഞ്ഞ 2-ൽ ഏതായിരിക്കും പ്രാധാന്യമുള്ളത്? ഉറപ്പല്ലേ? ഹൃദയത്തിലൂടെ വരുന്നതാണ്. ഇനി മൂന്നാമതൊരു ദിക്റുണ്ട്. ആ ദിക്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനുള്ളത്. എന്താണത്? നാവിലൂടെയും ഹൃദയത്തിലൂടെയും ഒപ്പം വരിക, രണ്ടും വരിക. ഹൃദയത്തിലുണ്ട്, നാവിലുണ്ട്. ഹൃദയത്തിൽ നിന്ന് നേരെ അത് ഇങ്ങനെ മേലേക്ക് കയറി നാവിലൂടെ പുറത്തേക്ക് വരിക. ഈ ദിക്റാണ് ഏറ്റവും അഫ്ളലായ ദിക്ർ. അതായത് ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ പുറത്തേക്ക് വരുന്ന ദിക്ർ. അത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതായാലും ശരി, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതോ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതോ ആയ ദിക്റുകളായാലും ശരി, ആ 2 ദിക്റുകളായാലും ശരി. പക്ഷേ അത് വരുന്ന രൂപം എങ്ങനെയായിരിക്കണം? ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ. ഏറ്റവും ചുരുങ്ങിയത് എങ്ങനെയെങ്കിലും ആയിരിക്കണം, ഹൃദയത്തിൽ മാത്രമെങ്കിലും ആയിരിക്കണം. ഹൃദയത്തിലൂടെ അല്ല, വെറും നാവിലൂടെ മാത്രമുള്ള ദിക്റുകൾക്ക് ഇനി ഇൻഷാ അല്ലാഹ് ആ ദിക്ർ കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിമുൽ ജൗസിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ വാബിലുസ് സയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ 60 ഫലങ്ങളാണ് എഴുതിയിട്ടുള്ളത്. 60 ഫലങ്ങൾ. ദിക്ർ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന 60 ഫലങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് 60 നമ്മൾ വായിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് റെഡി ആയിട്ടുണ്ടാവില്ല, നോട്ടുണ്ട്. നമ്മളിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ മലയാളത്തിൽ, അറബിയിലും മലയാളത്തിലും ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഇന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ റെഡി ആയിട്ട് ഉണ്ടാകും. അതിനകത്ത് നമ്മൾ ഒരു 20ഓളം ഫലങ്ങളാണ് എഴുതിയിട്ടുള്ളത്. 20ഓളം ഫലങ്ങൾ, 60ഓളം ഫലങ്ങൾ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ വാബിലുസ് സയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തുമായിട്ട് യോജിച്ചു വന്നതുമാണ്. അപ്പോൾ ഇബ്നു ഖയ്യിമുൽ ജൗസിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇനി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ത്? ഹൃദയവും നാവും യോജിച്ചു വന്ന ദിക്റാണ് ഏറ്റവും വലിയ ദിക്ർ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഖൗൽ അതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായി? എന്നാൽ അത് നിർത്തുകയാണ്. ഇനി ദിക്റില്ലാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ. ദിക്റില്ലാത്ത, അള്ളാഹുവിനെക്കുറിച്ച് സ്മരിക്കാത്ത, നേരത്തെ പറഞ്ഞില്ലേ ആ 2 സ്മരണകൾ, 2 ദിക്റുകൾ. ആ 2 ദിക്റുകൾ ഒന്നുകിൽ 3 രൂപത്തിലാണ് വരിക. ഒന്നുകിൽ നാവ്, അല്ലെങ്കിൽ ഹൃദയം, അല്ലെങ്കിൽ 2ഉം കൂടി. ഇതില്ലാന്ന് കരുതുക, ഇങ്ങനൊരു സംഗതി ഇല്ല എന്ന് കരുതുക. ദിക്ർ നമ്മുടെ ഹൃദയത്തിലില്ല എന്ന് കരുതുക. നാവിൽ മാത്രമുണ്ട്, ഇതിലൊന്നുമില്ല എന്ന് കരുതുക. ഹൃദയത്തിലില്ല എന്ന് കരുതുക. അതില്ലാത്ത അവസ്ഥക്കാണ് ഗഫ്ലത്ത് എന്ന് പറയുക. ഇസ്ലാമിക ഭാഷയിൽ അതിനെ ഗഫ്ലത്ത് എന്നാണ് പറയുക. ദിക്റില്ലാത്തവനെ നേരെ ഓപ്പോസിറ്റ് ഗാഫിൽ എന്നാണ് പറയുക. അങ്ങനെ ആരെങ്കിലും ഗാഫിലാണ് എങ്കിൽ അവനക്ക് എന്ത് അപകടമാണ് വരാനുള്ളത് എന്നുകൂടി പറഞ്ഞിട്ട് ഇതിൻ്റെ ഫലങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല പറയാണ്, വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ,
ആരെങ്കിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് മാറിയിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിൻ്റെ ദിക്റില്ല, അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റില്ല, ആ ദിക്റില്ലാതെ മാറിയിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ നുഖയ്യിദ് ലഹു ശൈത്വാനാ ഫഹുവ ലഹു ഖരീൻ. നുഖയ്യിദ് ഞാൻ ഏർപ്പാടാക്കും. ആര്? അള്ളാഹ് ഏർപ്പാടാക്കും. എന്ത്? ഒരു ശൈത്താനെ അവന് വേണ്ടി ഞാൻ പ്രത്യേകം ഏർപ്പാടാക്കും. എങ്ങനെ? ഫഹുവ ലഹു ഖരീൻ. ഇവനെ 24 hours ഇവൻ്റെ കൂടെയുള്ള ഒരു ഖരീനായിട്ട് ഒരു പിശാചിന് ഞാൻ ഏർപ്പാടാക്കി കൊടുക്കും. എന്താ കാരണം? അവൻ്റെ ഉള്ളിൽ ദിക്റില്ല, അവൻ്റെ ഉള്ളിൽ ദിക്റില്ല. മനുഷ്യന്മാർ മുഴുവൻ, ഈ മനുഷ്യന്മാരുടെ ഈ ലോകത്തുള്ള ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ മെയിൻ കാരണം ആരാണ്? പിശാചാണ്. അങ്ങനൊരു പിശാചിനെ സ്പെഷ്യലായിട്ട് ഇവനക്ക് ഏർപ്പാടാക്കി കൊടുക്കും. എന്തില്ല എങ്കിൽ? ഹൃദയത്തിൽ ദിക്റില്ല എങ്കിൽ. ഇപ്പോൾ ഖുതൂറത്ത് മനസ്സിലായോ? അതിൻ്റെ അപകടം മനസ്സിലായോ? രണ്ടാമത്തേത് അല്ലാഹു തആല പറയാണ്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. ആരെങ്കിലും എൻ്റെ ദിക്റിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ, എൻ്റെ ദിക്ർ ഹൃദയത്തിലില്ലാതെ അവൻ പിന്തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ ഫഇന്ന ലഹു മഈശതൻ ദൻക, തീർച്ചയായിട്ടും കുടുസേറിയ ഒരു ജീവിതമായിരിക്കും അവനക്ക് ഉണ്ടാവുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെ സംഭവിക്കൂ. ഒരിക്കലും അതിനെതിരായിട്ട് വരില്ല. കാരണം എന്താണ്? അല്ലാഹു തആല ഇവിടെ പറയുന്ന നിയമങ്ങളും ഈ പ്രകൃതിയിൽ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള നിയമങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ്. ലാ മുബദ്ദില ലി കലിമാത്തില്ല. അല്ലാഹുവിൻ്റെ കലിമത്തുകൾക്ക് മാറ്റമില്ല. ഇത് അല്ലാഹുവിൻ്റെ കലിമത്താണോ? അതേപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം. അതാണ്. അതേപോലെയാണ് അല്ലാഹു പ്രകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലാഹുവിൻ്റെ യാഥാർത്ഥ്യങ്ങളും. എന്ത്? ഹൈഡ്രജനും ഓക്സിജനും ഒരു നിശ്ചിത അനുപാതത്തിൽ കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും? വെള്ളം വരില്ലേ? വെള്ളം ഉണ്ടാവില്ലേ? കാർമേഘത്തിലേക്ക് തണുത്ത കാറ്റ് അതിൻ്റെ നിശ്ചിത അനുപാതത്തിൽ കൂട്ടിമുട്ടുകയും അതിലെ ഈ രണ്ട് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കൂട്ടിമുട്ടുകയും ചെയ്താൽ അത് മഴ വർഷിക്കൂലേ? ഇല്ലേ? ഇത് അള്ളാഹുവിൻ്റെ നിയമമാണോ? ഈ നിയമം ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? ഈ നിയമം എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിമുട്ടിയപ്പോൾ അവിടെ ബോംബ് സ്ഫോടനമാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പറ്റുമോ? ഇല്ലല്ലോ. വെള്ളമല്ല ഉണ്ടായിട്ടുള്ളത്. ആ നിയമം മാറുമോ? ഇല്ല. എങ്കിൽ ഈ നിയമവും മാറില്ല. ഏത് നിയമം? ലാ മുബദ്ദില ലി കലിമാത്തില്ല. എന്താ പറഞ്ഞത്? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. ആരെങ്കിലും എൻ്റെ ദിക്റിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ, എൻ്റെ ദിക്റില്ലാത്തൊരു ജീവിതമാണ് അവൻ ജീവിക്കുന്നത് എങ്കിൽ ഫഇന്ന ലഹു മഈശ, അവനക്കൊരു ജീവിതമുണ്ടാവും. എങ്ങനത്തെ ജീവിതം? ദൻക, കുടുസേറിയ ഒരു ജീവിതമായിരിക്കും അവനക്കുണ്ടാവുക. എന്നിട്ടോ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ഖിയാമത്ത് നാളിൽ അവൻ ജനിച്ചു വരിക, ജീവിച്ചു വരിക, പുനർജീവിച്ചു വരിക, കണ്ണു പൊട്ടനായിട്ടായിരിക്കും അവൻ ജീവിച്ചു വരിക. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാത്ത ഒരു മനുഷ്യൻ എത്ര വലിയ കണ്ണുള്ളവനായാലും എത്ര വലിയ കാഴ്ചശക്തിയുള്ളവനായാലും പരലോകത്തേക്ക് അവൻ കണ്ണില്ലാത്തവനായിട്ടായിരിക്കും വരിക എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അശ്ശൈത്വാനു ജാസിമുൻ അലാ ഖൽബി ഇബ്നി ആദം. പിശാച് ജാസിമാണ്. ജാസിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടമത്സരത്തിനൊക്കെ ആളുകൾ നിൽക്കൂലേ? ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മുട്ടുകുത്തിയിട്ട് നിൽക്കൂലേ? ഓളിയോ മാച്ച് എന്ന് പറഞ്ഞിട്ട് ആ സെറ്റ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കൂലേ? റെഡിയായിട്ട് പറഞ്ഞാൽ വെടി പൊട്ടിച്ചാൽ ഓടാൻ വേണ്ടി, അതാണ് മുട്ടുകുത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ. ജാസിമുൻ, പിശാച് ജാസിമാണ്. എവിടേക്ക്? അലാ ഖൽബി ഇബ്നി ആദം, ആദമിൻ്റെ പുത്രൻ്റെ ഹൃദയത്തിലേക്ക് ഓളിയോ മാച്ച് പറഞ്ഞിട്ട് മുട്ടുകുത്തിയിട്ട് നിൽക്കുകയാണ് പിശാച്. എന്നിട്ട് ഫഇദാ സഹ വഗഫല, ഈ മനുഷ്യൻ ആദമിൻ്റെ പുത്രൻ സഹ മറന്നു, വഗഫല അശ്രദ്ധനായാൽ വസ്വസ ഉടനെ അവൻ ചാടി വസ്വാസ് ഉണ്ടാക്കും. അതേപോലെ ഫഇദാ ദക്കറ, അള്ളാഹുവിനെ സ്മരിച്ചാലോ ഖന്നസ, ആ പിശാച് എന്താവും? ഖന്നസ, ഒഴിഞ്ഞു പോവുകയും ചെയ്യും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ ദിക്റില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്,
മൻ ഖഅദ മഖ്അദൻ, ആരെങ്കിലും ഒരു സദസ്സിൽ പോയിട്ടിരുന്നു എന്ന് കരുതുക, യദ്കുരില്ലാഹ ഫീഹി, അള്ളാഹുവിനെ സ്മരിച്ചിട്ടില്ല ആ സദസ്സിൽ നിന്ന് കരുതുക, അള്ളാഹുവിനെ സ്മരിക്കാത്ത ഒരു ഇരിപ്പിടത്തിൽ പോയിട്ട് ഇരുന്നു എന്ന് കരുതുക, കാനത്ത് അലൈഹി മിനല്ലാഹി തിറ, അതവനക്ക് നാശമാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവനക്കതിൽ നാശമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. മാ ജലസ, വേറെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, മാ ജലസ ഖൗമുൻ മജ്ലിസ, ഏത് മനുഷ്യന്മാരായാലും അവരൊരു സദസ്സിൽ പോയിരുന്നു എന്ന് കരുതുക, എങ്ങനെ ലം യദ്കുറുല്ലാഹ ഫീഹി, അള്ളാഹുവിനെ സ്മരിക്കാത്തൊരു സദസ്സിലാണ് പോയിരുന്നത് എങ്കിൽ, വലം യുസല്ലു അലാ നബിയിഹിം, അള്ളാഹുവിൻ്റെ റസൂലായ റസൂലുള്ളാഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാത്ത ഒരു സദസ്സിലാണ് ഈ മനുഷ്യന്മാർ പോയിരിക്കുന്നത് എങ്കിൽ, ഇല്ലാ കാന അലൈഹിം തിറ, അതവർക്ക് നാശമാണ്, നഷ്ടമാണ്. ഫ ഇൻഷാ അഅദബഹും, അള്ളാഹു തആല ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെ ശിക്ഷിക്കും, വ ഇൻഷാ ഗഫറ ലഹും, ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ദിക്ർ ഇല്ലാത്തതിൻ്റെ ഗൗരവമാണ് ഈ പറയുന്നത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്റല്ലാത്ത കലാമുകൾ നിങ്ങൾ അധികരിപ്പിക്കരുത്. കാരണം ഫ ഇന്ന കസിറത്തൽ കലാമി ബിഗൈരി ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ കലാമല്ലാത്ത ദിക്റുകളാണ് നിങ്ങളുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത് എങ്കിൽ, കസ്വത്തുൻ ലിൽ ഖൽബ്, അത് ഹൃദയത്തിന് കാഠിന്യമുണ്ടാക്കുന്നൊരു സാധനമാണ്, ഹൃദയത്തിനെ കട്ടിയുള്ളതാക്കി മാറ്റും. ഇപ്പം നമുക്ക് തോന്നും ഹൃദയം തൊട്ടാൽ ഇങ്ങനെ സ്പോഞ്ച് മാതിരിയായിട്ടൊക്കെ ഇപ്പോൾ തോന്നും, പക്ഷേ അതിന് ഒരു കട്ടി വരാനുണ്ട്. ഏതുപോലെ? പാറകൾ കട്ടിയായതുപോലെ അല്ല, പാറയേക്കാൾ വലിയ കട്ടിയായിട്ട് മാറും എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. അതെപ്പോൾ? കൂടുതൽ കലാമ് വായിലൂടെ അള്ളാഹുവിൻ്റെ ദിക്റല്ലാത്തത് വരരുത്, അള്ളാഹുവിൻ്റെ ദിക്ർ മാത്രമാണ് ഏറ്റവും കൂടുതൽ വരേണ്ടത് എന്ന് ഇതിലൂടെ, അത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കലാമുകൾ, അള്ളാഹുവിൻ്റെ ദിക്റല്ലാത്ത കൂടുതൽ കലാമുകൾ നമ്മുടെ നാവിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ഹൃദയത്തിന് കട്ടിക്കൂട്ടും. വ ഇന്ന അബഅദന്നാസി മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള മനുഷ്യൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും അകലെ, മനുഷ്യരിൽ നിന്ന് ഏറ്റവും അകലെയുള്ളവർ ആരാണ്? അൽ ഖൽബുൽ ഖാസി, കഠിന ഹൃദയരാണ്. കഠിന ഹൃദയർ അള്ളാഹുവിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. ഇതാണ് ദിക്റില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത്. അതിനാൽ അള്ളാഹുവിൻ്റെ ദിക്റായിരിക്കണം നമ്മളുടെ നാവിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരേണ്ടത്. അതല്ലാതെ മനുഷ്യന്മാരുടെ നാവിലൂടെ വരുന്ന എന്തെങ്കിലും അബദ്ധങ്ങൾ, ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ, ആരെങ്കിലും വർത്തമാനം പറയുമ്പോൾ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ, അതിങ്ങനെ ചർച്ച ചെയ്ത് നമ്മളിപ്പോൾ ടച്ച് സ്ക്രീനിൽ ഇങ്ങനെ സൂം ചെയ്യുന്ന മാതിരി സൂം ചെയ്ത് അതിൻ്റെ പോരായ്മകൾ വിശദീകരിക്കുന്നത് സത്യത്തിൽ എന്താണ്? അത് ദിക്റുള്ളയാണോ ദിക്റുൻ നാസാണോ? നിങ്ങൾ പറ. മനുഷ്യന്മാരുടെ കുറ്റങ്ങളും കുറവുകളും അവരുടെ വായിൽ നിന്ന് വരുന്ന അബദ്ധങ്ങളും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്ത് ഇങ്ങനെ സൂം ചെയ്ത് ചർച്ച ചെയ്യുന്നത് ദിക്റുള്ളയാണോ ദിക്റുള്ളയല്ലേ? പറ, ദിക്റുള്ളയാണോ? അല്ല. അങ്ങനെ ദിക്റുള്ള അല്ലാത്ത വാക്കുകളാണ് നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നതെങ്കിൽ ഫ ഇന്നഹു കസ്വത്തുൻ ലിൽ ഖൽബ്, അത് ഹൃദയത്തിന് എന്താണ്? ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത്? കസ്വത്ത്. ഹൃദയത്തിനെ കാഠിന്യം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിങ്ങനെ കട്ടിയായി കൊണ്ടിരിക്കും. ഒരു പക്ഷേ ഡോക്ടർമാർ കീറി പൊളിച്ചിട്ട് നിങ്ങളുടെ പുറത്തേക്ക് എടുത്തിട്ട് ഇത് വളരെ സോഫ്റ്റാണെന്നൊക്കെ പറയും. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കട്ടിയുള്ള സാധനമായിട്ട് മാറും. അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. എന്താണ് ദിക്ർ കൊണ്ടുള്ള ഫലങ്ങൾ? അതുകൂടി പറയും, പക്ഷേ അത് മുഴുവൻ പറയാനുള്ള നേരം ഇന്നില്ല. ദിക്ർ കൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിമുൽ ജൗസിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ വാബിലുസ് സ്വയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ള 60 എണ്ണം വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതിൽ ചിലത് മാത്രം കുറച്ച് വിശദീകരിക്കും. ഒന്നാമത്തേത്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഫലം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ഒന്നാമത്തെ ഫലം എന്തറിയോ? അത് പിശാച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓടിയകലും. പിശാച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓടിയകലും എന്നുള്ളതാണ്. ഓടിയകലുക എന്ന് മാത്രമല്ല, പിശാചിനെ അത് തകർത്ത് കളയുകയും ചെയ്യും. നമ്മൾ ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ സ്മരിക്കുന്ന 2 രൂപങ്ങൾ ഞാൻ പറഞ്ഞു. 2 രൂപങ്ങൾ പറഞ്ഞു, 3 വിധങ്ങളും പറഞ്ഞു. അതിൽ 2 വിധങ്ങളാണ് ഏറ്റവും പ്രബലമായത്, ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ ഹൃദയവും നാവും ഒന്നിച്ചിട്ട്.
ഇതിലൂടെ സ്മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പിശാചിന് സത്യത്തിൽ അടി കിട്ടുകയാണ്. പിശാചിനെ പിടിച്ചിട്ട് ചവിട്ടാനോ തല്ലാനോ കുത്താനോ നമുക്ക് കഴിയോ? ഇല്ല. സത്യത്തിൽ അവനെ കുത്താനും അവനെ ഓടിപ്പിക്കാനോ കഴിയുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് ദിക്ർ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തേത്, അത് പരമകാരുണികനായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് 10:30 നിർത്തുവേ. പരമകാരുണികനായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതാണ് നമ്മൾ ദിക്ർ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ ഫലമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തരുന്ന നോട്ടിനകത്ത് ആ ഫലങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇനി ഈ ഫലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കും. ആ അനുഭവിച്ചത് നിങ്ങൾ ഓരോരുത്തരോട് ഇവിടെ വന്നിരുന്ന് പറയാൻ പറഞ്ഞാൽ 60 അല്ല 160 ഇരുന്ന് പറയാൻ കഴിയും. അല്ലാഹു തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊരു വലിയ അനുഗ്രഹമാണ് സത്യത്തിൽ. ഇത് ദിക്റുകളുടെ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത്, ദുഃഖം, വിഷമം, ടെൻഷൻ, ഈ സാധനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആവിയായിട്ട് കളയും, ആവിയായിട്ട് ഇല്ലായ്മ ചെയ്യും. എപ്പോൾ? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ. സത്യമാണിത്, അനുഭവിക്കേണ്ടുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ഉണ്ടാകുമ്പോൾ ഒരു വലിയ ഒരു വിഷമം നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചെയ്യുന്ന സമയത്ത് ആ വിഷമം എങ്ങനെ ആവിയായിട്ട് പോണത് നമുക്ക് വേണമെങ്കിൽ കണ്ണിലൂടെ കാണാം. കണ്ണിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള ഉൾക്കാഴ്ചയിലൂടെ നമുക്ക് കാണാൻ കഴിയും. അത് എവിടേക്കാ പോയെന്ന് കാണാൻ കഴിയില്ല. അത്രയും വിഷമങ്ങളിനെ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെ പോവുകയും പകരം സന്തോഷവും ആഹ്ലാദവും അനുഭൂതിയും തിരിച്ചു വരും. ആ സ്ഥലത്ത് തിരിച്ചു വരികയും ചെയ്യും. നാലാമത്തേത്, നമ്മുടെ ഹൃദയത്തിനെയും നമ്മുടെ ശരീരത്തിനെയും ശക്തിപ്പെടുത്തും. എന്ത്? അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. ഹൃദയത്തിന് ശക്തിയാണ്, അതേപോലെ നമ്മുടെ ശരീരത്തിന് ശക്തിയാണ്. ഹൃദയത്തിന് ശക്തിയാണെന്ന് പറയുന്നതിന് ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ശക്തി കുറയുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ബ്ലോക്കുകൾ, അങ്ങനെയുള്ള മാലിന്യങ്ങളൊക്കെ അടിഞ്ഞുകൂടുന്നത്. ഹൃദയത്തിന് ആധുനിക ശാസ്ത്രം പറയുന്നത് നമ്മുടെ ഹൃദയത്തിന് 14 ആളുകൾക്ക് രക്തം പമ്പ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ്. ഒരൊറ്റ ഹൃദയം ഇവിടെ വെച്ചിട്ട് 14 ആളുകളുടെ ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള കഴിവ് നമ്മളുടെ ശരീരത്തിന് 13 ആളുകളേക്ക് പമ്പ് ചെയ്യാനുള്ള കഴിവ് ഒരൊറ്റ ഹൃദയത്തിനുണ്ട് എന്നാണ്. പക്ഷേ ചില സന്ദർഭത്തിൽ ഒരാളുടെ ശരീരത്തിലേക്ക് പോലും ഹൃദയം പമ്പ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഹൃദയം എന്താവും? ശോഷിച്ചു പോകും. അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്, മനുഷ്യൻ മരണശയ്യയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ആ ഹൃദയത്തിന് ശക്തി നൽകുന്നൊരു സാധനമാണ് എന്ത്? ദിക്റുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ. അഞ്ചാമത്തേത്, അതേപോലെ ഹൃദയത്തിന് ശക്തി കിട്ടുന്നതോടുകൂടി തന്നെ നമ്മളുടെ ശരീരവും ശക്തമാവുകയും ചെയ്യും. അഞ്ചാമത്തേത്, നമ്മുടെ മുഖവും നമ്മുടെ ഹൃദയവും പ്രസന്നമാകും. ഹൃദയം പ്രസന്നമായാൽ തന്നെ എന്ത് പ്രസന്നമാകും? നമ്മുടെ മുഖം പ്രസന്നമാകും. മുഖം പ്രസന്നമാകും. അത് ശരിക്കും നമുക്ക് ആളുടെ മുഖത്ത് ദർശിക്കാൻ കഴിയും. ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. അതായത് എന്താണ് അവരുടെ മുഖത്ത് നിന്ന് വരുന്ന പ്രഭ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷേ അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ മെല്ലിച്ച ശരീരമായിരിക്കാം, പക്ഷേ അവരുടെ കണ്ണിൽ നിന്ന് വരുന്ന ആ തിളക്കം, മുഖത്ത് നിന്ന് വരുന്ന തിളക്കം, അത് സത്യത്തിൽ അവരുടെ ഹൃദയത്തിനുണ്ടായ ശക്തിയിലൂടെ ഉണ്ടാകുന്ന, ഹൃദയത്തിൻ്റെ നൂറിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രകാശമാണ് സത്യത്തിൽ മുഖത്തിലൂടെ വരുന്ന ആ പ്രകാശം. ആറാമത്തേത്, അത് നമുക്ക് റിസ്ക് ഇങ്ങനെ കൊണ്ടുതരും. നമ്മളുടെ ജീവിതത്തിലേക്ക് റിസ്ക് അള്ളാഹുവിൻ്റെ ദിക്ർ ഉണ്ടെങ്കിൽ അത് കൊണ്ടുതരും. ഇതൊന്നും വിശദീകരിക്കുന്നില്ലേ, ഇത് ഓരോന്ന് വിശദീകരിക്കേണ്ടതാണ്. ഏഴാമത്തേത്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഒരു ഗാംഭീര്യം ഉണ്ടാക്കും. അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ മുഖത്തൊരു ഗാംഭീര്യം ഉണ്ടാക്കും. അവൻ്റെ മുഖത്തും ശരീരത്തിലൊക്കെ ഒരു ഗാംഭീര്യം നിലനിർത്തും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എട്ടാമത്തേത്, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായ ഒരു റൂഹായൊരു സാധനമുണ്ട്. എന്താണത്? അള്ളാഹുവിനോടുള്ള സ്നേഹം. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞാലുള്ളൊരു സ്നേഹമുണ്ടല്ലോ, അതാണ് അതില്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. എന്ത് പ്രതീക്ഷിച്ചോ? അള്ളാഹുവിൽ നിന്ന് ശിക്ഷ വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്ന് പരിശുദ്ധ ഖുർആനിലെ കൽപ്പനയില്ലേ? പേടിപ്പിച്ചിട്ടുള്ള ഒരു തൗബീഖായൊരു കൽപ്പനയില്ലേ?
ഇസ്ലാമിൻ്റെ എന്തിലും ഉള്ള ഏത് ഇബാദത്തിലുമുള്ള ഒരു റൂഹാണ് സത്യത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നുള്ളത്. ആ സ്നേഹം സത്യത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ ദിക്റുകളുടെ അർത്ഥം പറയുമ്പോൾ മനസ്സിലാവും എന്താണ് ആ സ്നേഹം, എങ്ങനെയാണ് വരിക എന്നുള്ളത്. അതേപോലെ 9-ാമത്തേത്, അള്ളാഹു എപ്പോഴും എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, എന്നെ നോക്കിക്കാണുന്നുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. ആ ചിന്തയെയാണ് പറയുക മുറാഖബത്ത് എന്ന്. അള്ളാഹു എപ്പോഴും നോക്കിക്കാണുന്നുണ്ട് എന്നുള്ള മുറാഖബത്ത്. അങ്ങനെ ആ മുറാഖബത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ, നമ്മുടെ ഹൃദയത്തിലുണ്ടായാൽ നമ്മൾ മുഹ്സിനായിട്ട് മാറും, ഇഹ്സാൻ എന്ന പദവിയിലേക്ക് എത്തും. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതായത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ, ഇബാദത്ത് ചെയ്യാൻ നിൽക്കുമ്പോൾ എങ്ങനെ ഇബാദത്ത് ചെയ്യണം? അള്ളാഹ് നിന്നെ നോക്കുന്നത് പോലെ, അല്ല, നീ അള്ളാഹിനെ കാണുന്നത് പോലെ, നീ അള്ളാഹിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം. നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിൽ അള്ളാഹ് നിന്നെ കാണുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അള്ളാഹിനെ കാണുന്നത് പോലെ, ആ കാണുന്നത് പോലെ ആകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതൊരു വികാരമാണ് മുറാഖബത്ത്. ആ മുറാഖബത്ത് ഉണ്ടാകും ഓട്ടോമാറ്റിക്കലി എപ്പോൾ? ദിക്ർ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ. അതേപോലെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ തോന്നും. ഇതിങ്ങനെ ദിക്ർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, ദിക്ർ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ എപ്പോഴും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകണം എന്ന് തോന്നുകയും, ഇനാബത്ത് എന്ന് പറയുന്ന ഒരു വികാരമുണ്ട്, ഹൃദയത്തിലുണ്ടാകുന്ന വികാരം. ഇതൊക്കെ ഓരോന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതാണ്. ഇനാബത്ത് എന്ന് പറഞ്ഞ വികാരം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. ആ വികാരം തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഒരൊറ്റ ഹദീസ് കൂടി വിശദീകരിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. എന്താണ് ആ ഹദീസ്? വളരെ പ്രാധാന്യമുള്ളൊരു ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായൊരു ഹദീസാണ്. ദിക്റിൻ്റെ ഫലമാണ് ഈ പറയുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായികതൻ, നമ്മൾ എത്രമാത്രം അള്ളാഹുവിനെ ദിക്ർ ചെയ്യണമെന്നും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന സദസ്സ് എന്താണ് എന്നും ആ ദിക്ർ ചെയ്യുന്ന സദസ്സിൽ എന്തു സംഭവിക്കുന്നു എന്നും അതിൻ്റെ ഫലം എന്തായിട്ട് നമ്മൾ അനുഭവിക്കുന്നു എന്നും കൂടി ഈ ഹദീസിനകത്ത് ഉണ്ട്. ഇന്ന ലില്ലാഹി മലായികതൻ, അള്ളാഹുവിന് കുറച്ച് മലക്കുകളുണ്ട്. അള്ളാഹുവിന് കുറച്ച് മലക്കുകളുണ്ട്. യതൂഫൂന ഫിത്തുറുഖി, വേറൊരു ഹദീസിൽ സയ്യാറ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കുറേ മലക്കുകളുണ്ട്. യതൂഫൂന ഫിത്തുറുഖി, വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് കാണാൻ കഴിയില്ല. ഈ വഴിയിലൂടെ, ഇപ്പോൾ ഈ അൽമനാറിന് മുന്നിലുള്ള വഴിയിലൂടെ ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. ഓരോ വഴിയിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട് അള്ളാഹുവിന് എന്ന് ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവരെന്താ തിരയുന്നത്? യൽതമിസൂന അഹ്ല ദിക്ർ, അഹ്ലു ദിക്റിനെ അന്വേഷിച്ചിട്ടാണ് അവർ നടക്കുന്നത്. അവർക്കുള്ള ഡ്യൂട്ടി അതേ ഉള്ളൂ. ആ മലക്കുകൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ചുമതല അഹ്ലു ദിക്റിനെ നോക്കിയിട്ട് നടക്കുക എന്നാണ്. അവരിങ്ങനെ ഈ ദാരയുടെയും ഈ അൽക്കൂസിൻ്റെയും ബർദുബായുടെയും ഒക്കെ ഓരോ സ്ട്രീറ്റിലൂടെയും ആ മലക്കുകൾ ഇങ്ങനെ സഞ്ചരിക്കും. യൽതമിസൂൻ അഹ്ല ദിക്ർ, ദിക്റിൻ്റെ ആളുകളെ തെരഞ്ഞുകൊണ്ട് പോകും. അങ്ങനെ ഫഇദാ വജദൂ ഖൗമൻ, ഒരു സമൂഹത്തെ കണ്ടാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഒരു സംഘം ഈ അൽമനാറിന് മുന്നിലൂടെ ഇങ്ങനെ അവർ പോയിട്ടുണ്ടാകും. അപ്പോൾ അവരിങ്ങനെ ഒരു കൊച്ചു സംഘത്തെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കണ്ടാൽ, ഒരു കൗമിനെ കണ്ടു കഴിഞ്ഞാൽ, യദ്കുറൂന അല്ലാഹ, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന. എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുക? 2 രൂപം ഞാൻ പറഞ്ഞു, അതെപ്പോഴും ഉണ്ടാവണം. ഒന്ന്, അള്ളാഹുവിനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, പുകഴ്ത്തുക, പരിശുദ്ധിപ്പെടുത്തുക. 2, അള്ളാഹുവിനെ കുറിച്ച് പറയുക. ഈ 2 രൂപവും ദിക്റാണ്. അങ്ങനെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സദസ്സിനെ അവർ കണ്ടാൽ അവരെന്ത് ചെയ്യും? തനാദൗ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. നിക്കവിടെ വിളിക്ക്. അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. നമുക്ക് കേൾക്കാൻ കഴിയില്ല, പക്ഷേ അത് സംഭവിച്ചിട്ടുണ്ടാവും. ഹലുമ്മു ഇലാ ഹാജത്തിക്കും, ഇവിടേക്ക് വാന്ന് പറയും. മലക്കുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അൽമനാറിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നു. അവിടെ അള്ളാഹുവിൻ്റെ ദിക്റാണ് എങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ് എങ്കിൽ, അപ്പോൾ ഇത് കണ്ട ഒരു മലക്ക് മറ്റു മലക്കുകളെ വിളിക്കും. ഇവിടെ വാ, ഹലുമ്മു ഇലാ ഹാജത്തിക്കും, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ, നിങ്ങളുടെ ആവശ്യത ഇവിടെയാണ് എന്ന് പറയും.
അപ്പോൾ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ് ഫയഹഫൂനഹും, അങ്ങനെ ഈ മലക്കുകൾ ഈ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന സദസ്സിൻ്റെ മുന്നിൽ വന്നിട്ട് ഒരുമിച്ച് കൂടും, അതിനെ വലയം ചെയ്യും. ബി അജ്നിഹതിഹിം, അവരുടെ ചിറകുകൾ കൊണ്ട്. മലക്കുകളുടെ ചിറകുകൾ എന്ന് പറഞ്ഞാൽ 2, 3, 4 അതിനേക്കാൾ കൂടുതലോ. ജിബ്രീൽ അലൈഹിസ്സലാമയുടെ ചിറക് 600 ചിറകുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ടത്. അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്ര ചിറകുകൾ മലക്കുകൾക്ക് അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു തആല കൂട്ടുകയും കുറക്കുകയും ചെയ്യും. എല്ലാ മലക്കുകൾക്കും ഒരേ രൂപത്തിലുള്ള ഒരേ എണ്ണം ചിറകുകളല്ല, പല രൂപത്തിലുണ്ടാവും. ആ ചിറകുകൾ നിവർത്തി പിടിച്ചുകൊണ്ട് ഈ സംഘത്തിന്, ഈ മജ്ലിസിന് ചുറ്റും അവർ വട്ടം കൂടുകയും എന്നിട്ട് ഇലസ്സമാഇ ദുനിയ, അവർ ഈ ഒരു ഏരിയയിൽ മാത്രമല്ല, ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഏകദേശം ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ലോകത്തിൻ്റെ അറ്റം എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്ര മണ്ഡലങ്ങളുള്ള ലോകം, അത് ഏകദേശം പ്രകാശവർഷം 125 പ്രകാശവർഷം വേണം സഞ്ചരിച്ചെത്താൻ. ലാസ്റ്റ് കണ്ടെത്തിയ ഗാലക്സിയിലേക്ക് എത്തണമെങ്കിൽ 125 കോടി പ്രകാശവർഷം വേണം. അത്രയും ഏകദേശം ഈ സമാ ദുനിയുണ്ട്, ഏറ്റവും താഴെയുള്ള ആകാശം. അതുവരെ ഈ മലക്കുകൾ ചിറകുകൾ കൂട്ടി ഒന്നിച്ച് നിൽക്കും. ആ സമാ ദുനിയ വരെ അവർ ഒന്നിച്ച് പൊങ്ങി നിൽക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന് ചുറ്റും വട്ടമിട്ടുകൊണ്ട്. ചില്ലറയാണോ കാര്യം എന്ന് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കണം. എന്നിട്ട് ഫയസ്അലുഹും റബ്ബുഹും, ഇങ്ങനെ ഈ സദസ്സ് പിരിഞ്ഞു പോയാൽ, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സദസ്സ് പിരിഞ്ഞു പോയാൽ ഈ മലക്കുകൾ എന്ത് ചെയ്യും? ആകാശത്തേക്ക് മേലേക്ക് കയറിപ്പോകും, അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോകും. ഫയസ്അലുഹും റബ്ബുഹും, എന്നിട്ട് റബ്ബ് അവരോട് ചോദിക്കും. അള്ളാഹുവിനറിയാം ഇവിടെ എന്താ നടന്നത്, ആരൊക്കെ എന്തൊക്കെയാണ് മിണ്ടിയത്, എന്തൊക്കെയാണ് ഓരോരുത്തരുടെ ഹൃദയത്തിലുണ്ടായ വികാരം, ആരൊക്കെ ഉറങ്ങി, ആരൊക്കെ തൂങ്ങി, ആരൊക്കെ ആടി, ഒക്കെ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. എങ്കിലും അള്ളാഹു തആല ചോദിക്കും, വഹുവ അഅലമു ബിഹിം, അവരെക്കുറിച്ച് അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയുക. എന്നാലും ചോദിക്കും, മാ യഖൂലു ഇബാദി, എന്താ പറയുന്നത് എൻ്റെ അടിമകൾ? നിങ്ങളിപ്പോൾ അൽമനാറിൻ്റെ അവിടെ നിന്നാണല്ലോ വരുന്നത്, എന്താണ് അവർ പറയുന്നത് എന്ന് ചോദിക്കും അള്ളാഹു തആല. ഇപ്പോൾ നമ്മൾ സദസ്സ് പിരിഞ്ഞു പോയാൽ അത് സംഭവിച്ചിരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അടിയുറച്ച് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അതാണ്, അത് സംഭവിച്ചിരിക്കും. പോകുമ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ, പുറത്തേക്ക് പോകുമ്പോൾ ആലോചിച്ചോ, അത് സംഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറൊരു ഹദീസിൽ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, നിങ്ങൾ എവിടെന്നാണ് വരുന്നത് എന്നാണ് ചോദിക്കുക. ഞങ്ങൾ വരുന്നത് നിൻ്റെ കുറച്ച് അടിമകളുടെ അടുത്തു നിന്നാണ്. അപ്പോൾ അവരെന്താ ചോദിക്കുന്നത്, അവരെന്താ പറയുന്നത്? അവർ പറയുന്നതിനെക്കുറിച്ച് ഇവർ പറയുകയാണ്, യുസബ്ബിഹൂനക് റബ്ബേ, യുസബ്ബിഹൂനക് നിന്നെ പരിശുദ്ധപ്പെടുത്തുകയാണ്, യുകബ്ബിറൂനക് നിന്നെ മഹത്വപ്പെടുത്തുകയാണ്, നീയാണ് വലിയവൻ എന്ന് പറയുന്നു. അതേപോലെ യഹ്മദൂനക് നിന്നെ സ്തുതിക്കുകയാണ്, വയുമജ്ജിദൂനക് നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് അവർ, ഈ അൽമനാറിലുണ്ടായിരുന്നവർ അവിടെ അങ്ങനെയായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഖാല, അപ്പോൾ ഫയഖൂലു, അപ്പോൾ അള്ളാഹു തആല ചോദിക്കും, ഹൽ റഔനി, അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പരിശുദ്ധപ്പെടുത്താൻ, ഇങ്ങനെ പ്രകീർത്തിക്കാൻ, ഇങ്ങനെ മഹത്വപ്പെടുത്താൻ അവരെന്നെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവർ പറയും, ലാ വല്ലാഹി യാ റബ്ബ്, അള്ളാഹുവെ മാ റഔക, നിന്നെ അവർ കണ്ടിട്ടില്ല. പിന്നെ അപ്പോൾ അള്ളാഹു തആല ചോദിക്കും, വകൈഫ ലൗ റഔനി, അപ്പോൾ എന്തായിരിക്കും അവരെന്നെ കണ്ടാൽ? അവരെന്നെ കണ്ടിട്ടില്ല, എന്നെ കാണാതെ എന്നെ പരിശുദ്ധപ്പെടുത്തുക, എന്നെ പ്രകീർത്തിക്കുക, എന്നെ മഹത്വപ്പെടുത്തുക, എന്നെ വലുതാക്കുക, എന്നെ സ്തുതിക്കുക. അപ്പോൾ അവരെന്നെ കണ്ടാൽ എന്തായിരിക്കുമെന്ന് അള്ളാഹു തആല മലക്കുകളോട് ചോദിക്കുമ്പോൾ മലക്കുകൾ പറയും, യഖൂലൂന ലൗ റഔക, അള്ളാഹുയെ അവരെങ്ങാനും നിന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? കാനു അശദ്ദു ലക ഇബാദ, അതിശക്തമായി നിന്നെ ഇബാദത്ത് ചെയ്തേനെ, ഇപ്പോൾ ഉള്ളതിനേക്കാൾ അതിശക്തമായ രൂപത്തിൽ ഇബാദത്ത് ചെയ്തേനെ. വ അശദ്ദു ലക തംജീദ, നിന്നെ ഇപ്പോൾ പ്രകീർത്തിക്കുന്നതിനേക്കാൾ, നിന്നെ ഇപ്പോൾ മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ ശക്തമായ രൂപത്തിൽ നിന്നെ എന്ത് ചെയ്തേനെ? മഹത്വപ്പെടുത്തിയേനെ. വ അക്സറു ലക തസ്ബീഹ, നിന്നെ ഒരുപാട് തവണ അവർ തസ്ബീഹ് പറഞ്ഞേനെ, നിന്നെ പ്രകീർത്തിച്ചേനെ. ഖാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, യഖൂലു, അപ്പോൾ അല്ലാഹു തആല പറയും, ഫമാ യസ്അലൂനി, അവരെന്താ എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾ അവിടെ പോയിരുന്നല്ലോ, എന്താ എന്നോട് ചോദിച്ചത് അവർ? അപ്പോൾ അവർ പറയുകയാണ്, യസ്അലൂന കൽ ജന്ന, അല്ലാഹുവേ അവർ ചോദിക്കുന്നത് സ്വർഗ്ഗമാണ്, അല്ലേ? സ്വർഗ്ഗമാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അപ്പോൾ മലക്കുകൾ പറയും, അപ്പോൾ അല്ലാഹു തആല പറയുമെത്രേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, വഹൽ റഔഹ, അവർക്ക് ആ സ്വർഗ്ഗം കണ്ടിട്ടുണ്ടോ?
ആ സ്വർഗം ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? യഖൂലൂന, മലക്കുകൾ പറയും, ലാ വല്ലാഹി യാ റബ്ബ്, അല്ലാഹുവേ അവർ കണ്ടിട്ടില്ല, സ്വർഗം കണ്ടിട്ടില്ല. മാ റഔഹ യഖൂലു, അപ്പോൾ അല്ലാഹു തആല പറയും, ഫകൈഫ ലൗ അന്നഹും റഔഹ, അപ്പോൾ ആ സ്വർഗം അവർ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും? അവരാ സ്വർഗം കണ്ടിരുന്നെങ്കിലോ? യഖൂലൂന, അപ്പോൾ അവർ പറയും, മലക്കുകൾ അള്ളാഹുവിനോട് പറയും, ലൗ അന്നഹും റഔഹ, അവരെങ്ങാനും ആ സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ അല്ലാഹുവേ, കാനു അശദ്ദു അലൈഹ ഹിർസ, അവർ അതിശക്തമായി ആ സ്വർഗം ആഗ്രഹിച്ചേനെ. വ അശദ്ദു ലഹാ ത്വലബ, അതിനു വേണ്ടിയുള്ള എല്ലാ വഴിയും ശക്തമായ രൂപത്തിൽ അവർ തേടിയേനെ. വ അഅ്ളമു ഫീഹാ റഗ്ബ, അതിനു വേണ്ടി ആശയും ആഗ്രഹവും വെച്ച് പുലർത്തിയേനെ അവർ ശക്തമായ രൂപത്തിൽ. ഖാല, അപ്പോൾ അല്ലാഹു തആല വീണ്ടും ചോദിക്കും, ഫമിമ്മ യതഅവ്വദൂൻ, അവരെന്തിൽ നിന്നാണ് അഭയം ചോദിക്കുന്നത് എന്നോട്? ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലൂന, മലക്കുകൾ പറയും, മിനന്നാർ, റബ്ബേ നരകത്തിൽ നിന്നാണ്. അപ്പോൾ വീണ്ടും അല്ലാഹു തആല ചോദിക്കുകയാണ്, വഹൽ റഔഹ, ആ നരകം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ പറയും, യഖൂലൂന ലാ വല്ലാ, അവരെ അല്ലാഹുവെ അവർ കണ്ടിട്ടില്ല. മാ റഔഹ, അവരത് കണ്ടിട്ടില്ല. യഖൂലു, അപ്പോൾ അല്ലാഹു തആല പറയും, ഫകൈഫ ലൗ റഔഹ, ആ നരകമെങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? യഖൂലൂന, മലക്കുകൾ പറയും, ലൗ റഔഹ, അവരെങ്ങാനും ആ നരകം കണ്ടിരുന്നുവെങ്കിൽ കാനു അശദ്ദ മിൻഹാ ഫിറാറ, ഓടിപ്പോയനെ, ശക്തമായ രൂപത്തിൽ ആ നരകത്തിൽ നിന്ന് അവർ ഓടിപ്പോയനെ. ഇത് പോയാൽ മോനെ നരകത്തിലേക്ക് എത്തുമെന്ന് ഡൗട്ടാണ് എന്ന് ഡൗട്ട് പറഞ്ഞാൽ പോലും ഓടും. പിന്നെ ഉറപ്പായ സംഗതി പറഞ്ഞാലോ? ഇത് നരകത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞ സംഗതിയോ? ഇത് ഡൗട്ടാണ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഡൗട്ടാണ് ഇത് നരകത്തിലേക്ക് പോകുമോ എന്ന് പറഞ്ഞാൽ പോലും അവർ ഓടി അകന്നേനെ. വ അശദ്ദു ലഹാ മഖാഫ, അതിനെ ശക്തമായ രൂപത്തിൽ അവർ പേടിച്ചേനെ, നരകത്തെ അവർ പേടിച്ചേനെ. അത് കണ്ടിരുന്നെങ്കിൽ, നരകം അവർ കണ്ടിട്ടില്ല, സ്വർഗം അവർ കണ്ടിട്ടില്ല, അള്ളാഹുവിനെ അവർ കണ്ടിട്ടില്ല. ഫയഖൂലു, അപ്പോൾ അല്ലാഹു തആല പറയും, ഫ ഉഷീദുക്കും, ഇപ്പോൾ ഇവിടുന്ന് പോയ മലക്കുകൾ, ആകാശം മുട്ടേ നിന്നിരുന്ന ആ മലക്കുകളോട് അല്ലാഹു പറയാണ്, ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിയിട്ട് പറയുകയാണ് മലക്കുകളെ, എന്ത്? അന്നീ ഖദ് ഗഫർതു ലഹും, ഈ കൂടിയ എല്ലാവർക്കും ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നിതാ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തുകയാണ്. നിങ്ങളെ സാക്ഷി നിർത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അതിന് സാക്ഷിയാണ്, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്നുള്ളതിന് നിങ്ങളതിന് സാക്ഷിയാണ്. എന്നിട്ട് അപ്പോൾ അതിൽപ്പെട്ട ഒരു മലക്ക് അള്ളാഹുവിനോട് പറയും, ഒരൊറ്റ മലക്ക് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ ഒരു മലക്കിന് ഒരു കാര്യം അറിയാമായിരുന്നു. എന്താണ്? ഫയഖൂലു, ആ മലക്ക് പറയുകയാണ്, മലക്കും മിനൽ മലായികതി, അള്ളാഹുവേ ഫീഹിം ഫുലാൻ, അവരിൽ ഇന്ന ആളുണ്ടായിരുന്നു. ആളുടെ പേരെടുത്തിട്ട് പറയും, അബ്ദുറഹ്മാനോ അബ്ദുല്ലാന്നോ എന്താണോ പേര്, അവരുടെ കൂട്ടത്തിൽ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്നുള്ള പേരുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലൈസ മിൻഹും, അയാൾ ഈ സദസ്സിൽ പെട്ട ആളല്ല. അയാൾ എന്തിനാണ് വന്നത്? ഇന്നമാ ജാ അലി ഹാജ, അയാൾ എന്തോ ഒരു ആവശ്യത്തിന് വന്നതാണ്. ഇന്ന ആളെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ ആളെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ക്ലാസ് എടുക്കുന്ന ആളോട് എന്തോ ചോദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ കാസറ്റ് എടുക്കാൻ വന്നത്, എന്തോ ഒരു ആവശ്യത്തിന് വന്നതാണ്, സദസ്സിലേക്ക് വേണ്ടി വന്നതല്ല അല്ലാഹുവേ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയും, ഹുമുൽ ജുലസ, ഈ സദസ്സുണ്ടല്ലോ, ഈ സദസ്സിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ലാ യഷ്കാ ബിഹിം ജലീസുഹും, ഇവരുടെ കൂടെ ഇരുന്ന ഒരാളും നിർഭാഗ്യവാനായിട്ട് പോവില്ല. ഇവരുടെ കൂടെ ഇരുന്ന ഒരാളും നിർഭാഗ്യവാനായിട്ട് പോവില്ല എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഒരൊറ്റ ഹദീസ് മതി എന്താണ് ദിക്റിൻ്റെ പ്രാധാന്യമെന്നും എന്താണ് ദിക്ർ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് എന്നും ഒക്കെ ഈ ഒരു ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ദിക്റിൻ്റെ മറ്റു ഫലങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച സംസാരിക്കും. അതേപോലെ അത് പറഞ്ഞു തീരുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ തുടക്കമായ ആദ്യത്തെ ദിക്റിലേക്ക് പോവുകയും ചെയ്യും. അല്ലാഹു തആല അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുന്ന ദാക്കിരീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുന്ന ദാക്കിറാത്തുകളിൽ നമ്മുടെ സ്ത്രീകളെ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.